വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് ടു എവരിവൺ. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ആദ്യം ഒന്ന് ടൈപ്പ് ചെയ്ത് ഇന്ന് എന്താണ് നമ്മൾ പറയാൻ പോകുന്ന ക്യാപ്ഷൻ, പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന്. ക്യാപ്ഷൻ എന്ന് സബ്ജക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇന്നത്തെ ക്യാപ്ഷൻ ഒന്നുകൂടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിൽ ഒരു പോയിന്റ് നിങ്ങളെ ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും. ആ പോയിന്റ് എന്താണെന്നൊന്ന് പറയാം, അത് മാത്രം പറഞ്ഞാൽ മതി. എത്ര പേർക്ക് അറിയാൻ പറ്റും? ടൈപ്പ് ചെയ്തേ പെട്ടെന്ന്. ഇന്നത്തെ ക്യാപ്ഷനിൽ നിങ്ങളെ അട്രാക്ട് ചെയ്ത ഒരു പോയിന്റ് എന്തായിരുന്നു? ഞാൻ എഴുതിയിട്ടുണ്ട്, ഒന്നുകൂടി നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. എല്ലാ ക്യാപ്ഷൻ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്, അത് തന്നെ. അപ്പൊ ആ തന്ത്രം നമുക്കൊന്ന് പഠിക്കണ്ടേ? മണിയെന്നും തന്ത്രമെന്നും രണ്ടുമുണ്ട്. ലക്ഷ്യമെന്ന് ആർക്കും ഉണ്ടായില്ലല്ലേ? ലക്ഷ്യത്തിനെ പറ്റി നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോ ലക്ഷ്യങ്ങൾ നമ്മുടെ സമയത്തിന് വിഷയമല്ലല്ലോ. ഇപ്പൊ എല്ലാം കോടികളെ പറ്റിയല്ലേ നമ്മളെ കണക്ക്. അതുകൊണ്ട് ലക്ഷ്യപ്രഭു എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. നമ്മൾക്കിപ്പോൾ ആഗ്രഹം കോടികളെ കണക്കാണ്, അല്ലെ? ആം ഐ റൈറ്റ്? ഇപ്പോൾ നിങ്ങൾ കോടികളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എസ് ടൈപ്പ് ചെയ്യൂ. കോടികളാണ് ആഗ്രഹിക്കുന്നത്. കോടികളാണോ ലക്ഷ്യങ്ങളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ലക്ഷ്യം എന്ന് ആഗ്രഹിക്കുന്നത് ലക്ഷ്യം എന്ന് ടൈപ്പ് ചെയ്യൂ. കോടികൾ ആഗ്രഹിക്കുന്ന കോടികൾ ടൈപ്പ് ചെയ്യൂ പെട്ടെന്ന്. കോടികളാണ് നിങ്ങൾക്ക് വേണ്ടി കോടികൾ എന്ന് പറയൂ. ലക്ഷ്യമാണ് ലക്ഷ്യം എന്ന് പറയൂ. യെസ്, കോടികളായിക്കോ ക്രോറായിക്കോട്ടെ, എന്തായാലും ഏതാണ് നമ്മുടെ ആവശ്യം? യെസ്, എല്ലാവരും അപ്ഡേറ്റ് ആയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അതിനകത്ത് ക്യാപ്ഷനിലിട്ടെ ലക്ഷ്യം ആർക്കും വലിയ ശ്രദ്ധ ഉണ്ടാവില്ല. പകരം കാരണം നമ്മളെ തലയിൽ മുഴുവൻ എന്താണുള്ളത്? ഇപ്പോ കോടികൾ മാത്രമാണ്, അല്ലെ? അപ്പൊ തന്ത്രത്തിലൂടെ കോടികളാണ്. ഞാൻ മനഃപൂർവ്വമാണത് ലക്ഷ്യം ഇട്ടേ. അല്ലെങ്കിൽ ഒരു തന്ത്രത്തിലൂടെ എങ്ങനെ കോടിപതി ആവാമെന്ന് ഇട്ടേനെ ക്യാപ്ഷൻ. അത് ഇട്ടില്ലല്ലോ, ലക്ഷ്യപ്രഭു ആവാന്ന്, അല്ലെ? സോ ഇറ്റ്സ് ഓക്കെ. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ കമന്റിങ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലുള്ള ആൾക്കാരോടും നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹമുള്ള സാധനം ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ. ടൈപ്പിംഗ് ഇസ് എൻ അഫർമേഷൻ ആണ്. അത് പറയുമ്പോഴാണ് പറഞ്ഞത്. നാളെ രാവിലെ മുതൽ നമ്മുടെ 20ാമത്തെ അഫർമേഷൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അഫർമേഷൻ 20ാമത്തെ എന്ന് വെച്ചാൽ ഞാനത് പഠിപ്പിച്ച് വിടുന്ന ഒരു സിസ്റ്റം അല്ലത്, കണ്ടിന്യൂസ് ആണ്. പക്ഷെ അതിൽ നിന്ന് പിന്നെ ആൾക്കാർ വിട്ടുപോകുന്നത് മാത്രമല്ല. അപ്പൊ ഞാൻ നിർത്തുകയാണ് ചെയ്യുന്നത്. ആൾക്കാർക്ക് പൂർണ്ണമായി ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഡെയിലി നമ്മുടെ അടുത്ത് അവിടെ നിന്ന് ഇരിക്കണ്ടല്ലോ. പക്ഷെ നാളെ രാവിലെ ഇന്ത്യൻ സമയം 6 മണിക്കാണ് നമ്മുടെ അഫർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ എല്ലാവർക്കും വന്ന് നമ്മളുടെ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് എഴുതുക. ഞാൻ ചെയ്യുന്നത് അവിടെ നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ടിപ്സ് പറഞ്ഞു തരിക. നിങ്ങൾ എന്താണ് എഴുതേണ്ടതെന്ന് പഠിപ്പിച്ചു തരിക. അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. പ്രത്യേകിച്ച് യാതൊരു കണ്ടീഷനില്ല. നിങ്ങൾ രാവിലെ റെഡിയായിരുന്നാൽ മതി. അഫർമേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ സംഭവമാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അഫർമേഷന് മുമ്പ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും, ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യും, മണിയും അഫർമേഷൻ ചെയ്യും, ഹാപ്പിനെസ് അഫർമേഷൻ ചെയ്യും. ഇങ്ങനെ 4 കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ട് 4 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യും, പിന്നെ ഫോർഗിവ്നെസ് ചെയ്യും, പിന്നെ മണിയെപ്പറ്റി ചെയ്യും, പിന്നെ നമ്മൾ ഹാപ്പിനെസ്സും ചെയ്യും. ഇത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആണ്. 365 ഡേയ്സ് ആണ് ഈ ഒരു ജേണി പോകുന്നത്. അതിൽ കുറേ പേര് വരും, കുറേ പേര് പോകും, കുറേ പേര് വരും. കുറച്ച് എഴുതുമ്പോൾ എല്ലാവർക്കും മടിയാവും. അതുകൊണ്ട് മടിയാകുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യം നേടണമെങ്കിൽ മടിയാവരുത്. മടി കൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതുപോലെ തന്നെ മെഡിറ്റേഷൻ നാളെ തന്നെ രാവിലെ മെഡിറ്റേഷൻ കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിൽ കയറി വരാവുന്നതാണ്. ലിങ്ക് നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ മെഡിറ്റേഷൻ ഗ്രൂപ്പിലും 2 ഗ്രൂപ്പിലും ഓരോ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം. നിങ്ങൾക്ക് അതിന് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഡീറ്റെയിൽസ് തരും. ആരും അതുകൊണ്ട് ഇതാവണ്ട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എങ്ങനെ ഒരു തന്ത്രത്തിലൂടെ നമുക്കിത് സാധ്യമാകുമെന്നല്ലേ? അങ്ങനെ ഒരു തന്ത്രമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഒരു തന്ത്രത്തിലൂടെ നമുക്ക് പറ്റും എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? എനിബഡി ബിലീവ് ദാറ്റ് ഇൻ ഒരു തന്ത്രം, ഒരു മെത്തേഡിൽ നമുക്ക് കോടീശ്വരനാവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? യെസ് ഓർ നോ പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. യെസ് ഓർ നോ ടൈപ്പ് ചെയ്യൂ. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. യെസ് ഓർ നോ പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. യെസ് 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 പറയുന്നവരെത്ര, യെസ് പറയുന്നവരെത്ര എന്ന് ഇതിലാണ്. നിങ്ങൾ എത്ര പേര് നോ പറയുന്നു നോക്കണം. ഇത് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് മാറ്റി പറയും. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുമെന്ന് നോക്കട്ടെ.
ഓക്കെ, കമോൺ. താങ്ക് യു. എല്ലാവരും ടൈപ്പ് ചെയ്യണേ. യൂട്യൂബ് വീഡിയോ കാണുന്നവരും എല്ലാവരും ടൈപ്പ് ചെയ്യണേ. നിങ്ങൾക്ക് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം മനസ്സിലാക്കുന്ന അതിലൂടെയാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരാൾ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തു, സാറ് വീഡിയോ ഇട്ടിട്ട് പോകുന്നതേ ഉള്ളൂ, സാറ് കമൻറ്റുകൾ നോക്കാറില്ലെന്ന്. അപ്പോൾ ഞാൻ തിരിച്ച് എനിക്ക് തോന്നിയ വെച്ചാൽ ഞാൻ ഇട്ടിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അത്രയും വ്യൂസ് വന്നു, അത്രയും കമൻറ്റ് വന്നു. അത്രയും പെട്ടെന്ന് എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ, എൻ്റേതായ പരിപാടികളുണ്ടല്ലോ. ഞാൻ എല്ലാം നോക്കുന്നുണ്ട്, നിങ്ങളെല്ലാ കമൻറ്റുകളും ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് അന്നേരം തന്നെ. ഞാൻ കാണാത്ത ഒരാളൊന്നുമല്ല, ഞാൻ നന്നായിട്ട് എല്ലാം ആസ്വദിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. കാരണം നിങ്ങളിത് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇന്നൊരാൾ വളരെ ഫണ്ണി ആയിട്ടൊരു കമൻറ്റ് ഇട്ടു, അതും കൂടി ഇഷ്ടപ്പെട്ടതാണ്. പുള്ളി പറഞ്ഞു ഇത്രയാണ്, നിങ്ങൾക്കത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ കുറച്ച് ഇരുന്ന് ആലോചിച്ചു, സാറ് ഈ സർക്കസിൽ അനൗൺസർ പോലെയാണല്ലോ, പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാണ് എനിക്കിഷ്ടപ്പെട്ട സംഭവം. കാരണം എന്നെ ഒന്ന് തിരുത്താനുള്ള ഒരു സംഭവമാണത്. കാരണം ഇന്നലത്തെ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നി. സന്തോഷം, അത് വരട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് എങ്ങനെ ഒരു തന്ത്രത്തിലൂടെ കോടീശ്വരനാവാം. ലക്ഷ്യം ഞാൻ വിട്ടു കേട്ടോ, കോടീശ്വരനാവാം അല്ലേ? ആ തന്ത്രം നമുക്ക് വേണമല്ലോ. എവരിബഡി റെഡി? എല്ലാവരും റെഡിയാണല്ലേ? റെഡി വരട്ടെ. ഇല്ലേ, റെഡി ടൈപ്പ് ചെയ്യുന്നില്ലേ? ഞാൻ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു, കൈ കാണിച്ചു, നിങ്ങളാരും കണ്ടില്ലെന്ന്. ഞാൻ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഇവിടെ മൊബൈൽ ഒന്നിക്കൽ നിങ്ങൾ അഡീഷണൽ മൊബൈൽ മേടിച്ച് വെക്കുക ടൈപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൈ അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ, ഫൈൻ. കാരണം ഇത് നിങ്ങളിവിടെ ഇരുത്തി എൻഗേജ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇതിന് കാര്യമുള്ളൂ കേട്ടോ. അതിൻ്റെ പേരാണ് ഒരു തന്ത്രം. പാത്രം പറയട്ടെ, ഈ തന്ത്രം എന്താണെന്നറിയാലോ? തന്ത്രം എന്ന് പറയുന്ന ഒറ്റ വാക്കാണോ? തന്ത്രം എന്നൊരു വാക്കാണ്. തന്ത്രങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? മന്ത്രതന്ത്രങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? തന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു സംഭവത്തെയാണോ തന്ത്രം എന്ന് പറയുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സിനെയാണ് തന്ത്രം എന്ന് പറയുന്നത്. അത് അറിയാമല്ലോ അല്ലേ? ഞാൻ നിങ്ങളാരും മിസ്ലീഡ് ചെയ്യുന്നില്ല കേട്ടോ. തന്ത്രം വരുന്ന ഒരു സാധനം, ഇത് മൊബൈൽ എന്ന് പറയുന്ന ഒരു സാധനമല്ല തന്ത്രം കേട്ടോ. തന്ത്രം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സ് ആണ്. അതിനെയാണ്, ഒരു മെത്തേഡിനെയാണ് തന്ത്രം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. അത് ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നമുക്ക് ഹാൻഡ് റൈസിങ്ങിനൊക്കെ പിന്നെ ലാസ്റ്റാണ് സമയം തരിക കേട്ടോ. ലാസ്റ്റ് നമുക്ക് സംസാരിക്കാം കേട്ടോ. ഹാൻഡ് റൈസ് റൗണ്ട് ചെയ്തോളൂ, നമുക്ക് ലാസ്റ്റ് സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ പേരാണ് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒറ്റ മെത്തേഡ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ കോടീശ്വരനാവാൻ. മണി മാനിഫെസ്റ്റേഷൻ. അപ്പോൾ എന്താണ് മണി മാനിഫെസ്റ്റേഷൻ അറിയണ്ടേ? ഒറ്റ തന്ത്രത്തിലൂടെ നിങ്ങൾക്ക് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു അത്ഭുത വിദ്യ എന്തെങ്കിലും ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇസ് ഇറ്റ് എനിത്തിങ് എ മാജിക്? ഇസ് ഇറ്റ് എനിത്തിങ് എ മാജിക്? നോ. ഞാൻ ഒരിക്കലും നിങ്ങളെ മിസ്ലീഡ് ചെയ്യില്ല കേട്ടോ. എൻ്റെ പരിപാടി അതല്ല. ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, ഒരു കാര്യത്തിലും മിസ്ലീഡ് ചെയ്യുന്ന ഒരു പരിപാടിയും ഞാൻ ചെയ്യില്ല, ഞാൻ പറയില്ല. കാരണം ഇതിനകത്ത് എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സയൻറ്റിഫിക്കലി ആൻഡ് ലിറ്റിൽ ബിറ്റ് നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കണം. അല്ലാതെ ഇത് വെറുതെ ദേ പിടിച്ചോ മാജിക് വരുന്നു എന്നൊക്കെ പറഞ്ഞു. നോ, ഇറ്റ് ഈസ് നോട്ട്. മാജിക്കിനെ പറ്റി നമുക്ക് പറയാം, പക്ഷെ എവറി മാജിക് ദർ ഈസ് എ ലോജിക് അല്ലേ? മാജിക് കാണിക്കണമെങ്കിൽ ലോജിക് ഉണ്ടാവണ്ടേ, എന്നാൽ മാത്രമല്ലേ മാജിക് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്ന് ഭസ്മം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദർ ഇസ് സംതിങ് അതിൻ്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ട്. ഇല്ലാന്നൊന്നും ആർക്കും സൃഷ്ടിക്കാൻ പറ്റില്ല കേട്ടോ. അതൊന്നും അതിൻ്റെ സയൻസാണ്. പക്ഷെ നമുക്ക് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാജിക് എന്ന് പറയുന്നത് ലോജിക്കിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. എവറി മജീഷ്യൻസ് ആർ ഡൂയിങ് ദാറ്റ് വൺ. അപ്പോൾ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മാജിക്, ഇറ്റ്സ് എ പ്യുവർലി മൈൻഡ് സെറ്റാണ്, പ്യുവർലി ആക്ഷനാണ്, പ്യുവർലി നമ്മൾ എടുക്കുന്ന ഇൻസ്പയർഡ് ആക്ഷനാണ്, നമ്മുടെ ആക്ഷൻ മാത്രമാണ്. പക്ഷെ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ രീതികളെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? മാനിഫെസ്റ്റേഷൻ ഇസ് നോട്ട് സംതിങ് വിച്ച് ഇസ് ജസ്റ്റ് സിറ്റ് ആൻഡ് ഡു. എന്താ പറയുക, നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതാണ്. അങ്ങനെയല്ല മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുക. മാനിഫെസ്റ്റേഷൻ ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ നമ്മുടെ എന്താ പറയുക കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ മാനിഫെസ്റ്റേഷൻ ഒന്നും ഒരു മിറാക്കിളൊന്നും അല്ല, നോർമലി നമ്മുടെ ഭാവം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ തന്ത്രത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വളരെ പ്രത്യേകതയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എന്താണ് മണി
മാനിഫെസ്റ്റേഷനിൽ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നില്ല, അത് രണ്ടാമത് പറയാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് തിങ്സ് അവനവനെ തന്നെ ഉദ്ധരിക്കുക എന്നുള്ളതാണ്. ഇത് സ്വയം പഠനം. എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. സ്വയം പഠനം ഇറ്റ്സ് ഇസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ലേണിംഗ് ഇല്ലാതെ, കാര്യങ്ങൾ അറിയാതെ നമ്മൾ എവിടെ പോയി ചാടിക്കഴിഞ്ഞാലും നമ്മൾ അബദ്ധത്തിലെത്തിപ്പെടും. അതുകൊണ്ട് അത് ഒരിക്കലും അയക്കില്ല. നമ്മൾ എവിടെയാണോ, ഏത് മേഖലയിലാണോ കാശ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് മേഖലയാണോ നമ്മുടേത്, എന്തിനെ പറ്റിയാണോ നമുക്കറിയേണ്ടത്, എന്തിലൂടെയാണോ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്, ആ മേഖലയെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള പഠനം നമ്മൾ നടത്തണം. സ്വയം അപ്ഡേറ്റ് ആവണം. അതിന് ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ചേരണം. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പഠിക്കണം. അതിന് കുറേ സിസ്റ്റമാറ്റിക് പ്രോസസ്സുകളുണ്ട്. അതൊക്കെ ചെയ്ത് സ്വയം ഉദ്ധരിക്കണം. അല്ലെ, ഉദ്ധരിക്കുക എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലേ, പറയുന്ന വാക്ക് ക്ലിയർ ആയിരിക്കും അല്ലെ. സ്വയം ഉദ്ധരിക്കണം. ഇത് ഉദ്ധരിക്കാത്ത ഒരാൾക്കും ഇവിടെ ഇരുന്നിട്ട് സാറേ ഞാൻ ക്ലാസ്സിനൊന്നും വരില്ല, എനിക്ക് ക്ലാസ് ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല, ക്ലാസ്സിനൊന്നും കാശ് ചെലവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ പുസ്തകം വായിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എങ്കിൽ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഐ എം ജസ്റ്റ് സേ സോറി ടു യു. ബിക്കോസ് നിങ്ങൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താത്തെടുത്തോളം കാലം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒന്നും നേടാൻ സാധിക്കില്ല. ഇത് സയൻറ്റിഫിക്കലി ആയിട്ടുള്ള നമ്മൾ എങ്ങനെ പറയാ, നമ്മുടെ ക്വാണ്ടം ഫിസിക്സ് മെത്തേഡ്സ് വെച്ച് പറയുന്ന കാര്യമാണ്. എല്ലാം നമ്മുടെ വൈബ്രേഷനാണ് നമ്മൾ രൂപീകരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കുറേ ആൾക്കാർ നിങ്ങൾ കുറേ കേട്ടതാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ നിലവിൽ നമ്മുടെ വൈബ്രേഷൻ, നമ്മുടെ എനർജി എന്ന് പറയുന്നത് 1,00,000 രൂപ ഉൾക്കൊള്ളാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അതിനെ ഉയർത്താത്തിടത്തോളം കാലം അയാൾക്ക് ഒരിക്കലും 1 കോടീശ്വരനാവാൻ പറ്റില്ല. ഇതൊരു പ്രൂവൺ ടെക്നിക്കാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സ്വയം ഉദ്ധരിച്ചേ പറ്റുള്ളൂ. അതിന് പല മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഇതിനെപ്പറ്റി നമ്മളെ കോഴ്സിൽ ചേരാം, അല്ലെങ്കിൽ മറ്റു കോഴ്സുകളിൽ ചേരാം, അല്ലെങ്കിൽ പുതിയ ഇതുപോലെ ഞാനിപ്പോൾ വായിക്കുന്ന പോലെ എന്തിനാണ് എല്ലാ ദിവസവും ഇത്രയും പുസ്തകങ്ങൾ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്, എനിക്ക് ഉയർക്കണമെങ്കിൽ വായിച്ചേ പറ്റും. അപ്പോൾ സ്വയം പഠനം എന്ന് പറയുന്നത് വളരെ നിർബന്ധമുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ലക്ഷ്യം ഉണ്ടായിരിക്കണം. കൃത്യമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്താണ് ആവേണ്ടത്, എത്രയാണ് ആവേണ്ടത്, എപ്പോഴാണ് ആവേണ്ടത്, അതിന് പറയുന്ന പേരാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. കൃത്യമായ ലക്ഷ്യം വേണം. ഇപ്പം ഞങ്ങളുടെ മണി മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ നിലവിലുള്ള ടീമിൻ്റെ ഒരു കണക്ക് പറയാം. ഇത് മിറാക്കിൾസ് ഒന്നുമല്ല, സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2025 ഡിസംബർ 25 ആകുമ്പോൾ 1 കോടി, ഒന്നുമില്ലാത്തവൻ്റെയാണ് പറഞ്ഞത്, ഉള്ളവൻ്റെ അതിൻ്റെ അതിനനുസരിച്ച് ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ ചെയ്യുന്നതിൽ 25 കോടി ലക്ഷ്യം വെച്ച ആൾക്കാർ എൻ്റെ കൂടെയുണ്ട്, 5 കോടി വെച്ച ആൾക്കാരുണ്ട്, 1 കോടി വെച്ച ആൾക്കാരുണ്ട്. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞങ്ങൾ വർക്കൗട്ട് ചെയ്ത് പ്ലാൻ തയ്യാറാക്കി എക്സൽ ഫോർമാറ്റിലാക്കി എങ്ങനെ മുമ്പിലോട്ട് പോകണമെന്ന പ്ലാൻസ് റെഡിയാണ്. ഇനി ആക്ഷൻ അതിന് സിസ്റ്റമാറ്റിക്കായി പോകുന്നത്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 1 കോടി കിട്ടുക എന്ന പ്രോസസ്സ് അല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള കഴിവുകളെ എങ്ങനെ നമുക്ക് എൻകാഷ് ആക്കി മാറ്റാൻ പറ്റും. എല്ലാവർക്കും പറ്റും. ഇന്ന് ലോകം അത്രയും ഓപ്പണാണ്, ആർക്കും പറ്റാതെയില്ല. ഇന്നൊരു സഹോദരി എന്നോട് പറഞ്ഞ കാര്യമാണ്, സാറേ ഇഷ്ടംപോലെ ഓർഡറുകൾ എനിക്ക് വരുന്നു, പക്ഷെ ഇലക്കും മുള്ളിനും ഇടയിൽ ആ സാധനം നഷ്ടപ്പെട്ടു പോകുന്നു. എനിക്ക് പുള്ളി പറയുമ്പോൾ തന്നെ സംഭവം മനസ്സിലായി. അത് അവിടെ വേണ്ടത് ഇത്ര മാത്രം, ഒരു ഫൈൻ ട്യൂണിങ് മാത്രമാണ്. പിന്നെ പിടിച്ചാൽ കിട്ടില്ല അവർ തെറിച്ച് ആ ഫൈൻ ട്യൂണിങ് അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. നമ്മൾ റേഡിയോ കണ്ടിട്ടില്ലേ, നമ്മൾ സ്റ്റേഷൻ നമ്പറൊക്കെ അറിയാം, തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറെ ചീറ്റിലും പൊട്ടലൊക്കെയാണ് കേൾക്കുന്നത് അല്ലേ. ആ ചീറ്റിലും പൊട്ടലിനും ഒന്ന് ട്യൂൺ ചെയ്ത് കൊടുത്താൽ മതി, പിന്നെ അവർ റോക്കറ്റ് പോകുന്ന പോലെ പോയിക്കോളും, ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും. ആ ടെക്നിക്സ് ആണ് നമ്മൾ ഈ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. ഇനി നമ്മൾ ലക്ഷ്യം മാത്രം നിർണ്ണയിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ലക്ഷ്യം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ പദ്ധതികൾ ഉണ്ടാക്കും. ദ സിസ്റ്റം, ഹൗ ടു റീച്ച് ദാറ്റ്. ഞങ്ങളതിന് പറയുന്ന പേരാണ് ഗോൾ സെറ്റിങ്സ് എന്ന് പറയുന്നത്. സാധാരണ പറയുന്നത് ബിസിനസ്സിലൊക്കെ ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നത് 1 വർഷത്തെ പ്ലാൻ എടുക്കും, അടുത്ത വർഷത്തെ ഫോർകാസ്റ്റ് ചെയ്യും. ബിസിനസ്സിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം, നിങ്ങൾ ബിസിനസ്സുകാരാണെന്ന് നിങ്ങൾക്കറിയാം. ഫോർകാസ്റ്റ് ചെയ്യും. അതിനെ ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ ആക്ഷൻ പ്ലാനിലേക്ക് കൊണ്ടുവരും. ആക്ഷൻ പ്ലാൻ എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരും, അത് ക്വാർട്ടർലി ആയി ഡിവൈഡ് ചെയ്യും, മന്ത്ലി ആയി ഡിവൈഡ് ചെയ്യും, വീക്ക്ലി ആയി ഡിവൈഡ് ചെയ്യും. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കും, പക്ഷെ അതിൻ്റെ മറ്റൊരു ഫോമിലാന്നേ ഉള്ളൂ. കാരണം ആൾക്കാരിൽ എത്തുമ്പോൾ മൈൻഡ് സെറ്റിലാണ് കിടക്കുന്നത്, മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തും.
ഇതാണ് ചെയ്യുന്നത്, ലക്ഷ്യം ഉണ്ടാക്കുന്നത്. അടുത്തത് പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു, വെറുതെ ഇരുന്നാൽ പറ്റുമോ? ആക്ഷൻ പ്ലാൻ അല്ലേ? ആക്ഷൻ പ്ലാൻ വളരെ കൃത്യമായിട്ട് ആക്ഷൻ പ്ലാൻ തീർക്കും. അത് ഓരോ ആൾക്കും വ്യത്യസ്തമാണ്. ദിനേശന്റെ ആക്ഷൻ പ്ലാൻ ആയിരിക്കില്ല മുഹമ്മദിന് ഉണ്ടാവുന്നത്, മുഹമ്മദിന്റെ ആക്ഷൻ പ്ലാൻ ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മോഹനേട്ടന് ഉണ്ടാവുന്നത്. വ്യത്യസ്തമാണ് ആക്ഷൻ പ്ലാൻ. അവരുടെ എനർജി, നിലവിലെ എനർജി ലെവലും ഇപ്പോഴുള്ള എനർജി ലെവലും, നിലവിലെ എനർജി ലെവലും പോകാനിരിക്കുന്ന എനർജി ലെവലിനും വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. അത് ഫിസിക്കൽ എക്സസൈസുകൾ വേണം, മെന്റലി എക്സസൈസുകൾ വേണം, നമ്മുടെ എന്താ പറയുക, നമ്മുടെ വാക്കുകൾ ഫിൽട്രേഷൻ വേണം, നമ്മുടെ പ്രവൃത്തിയുടെ ഫിൽട്രേഷൻ. ഇതൊക്കെ നോട്ട് ചെയ്ത് പറയും, ഇങ്ങനെയാണ് മാറേണ്ടത്, ഇതൊക്കെയാണ് മാറേണ്ടത്. ഒരു സിസ്റ്റത്തിൽ കൊണ്ടുപോയി ഇടാമല്ല, അത്രയും സിസ്റ്റമാറ്റിക്കായി പഠിക്കും. പിന്നെ ഇതൊക്കെ ഉണ്ടായാലും നാളെ രാവിലെ ഇരിക്കുമ്പോൾ ഓക്കെ ഇതൊക്കെ റെഡിയാണ് സാറേ, മറ്റന്നാൾ രാവിലെ 1 കോടി കിട്ടുമോ? ഇല്ല. ക്ഷമയോടുകൂടി അതിനു വേണ്ടി പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കണം. സെർട്ടൻ ടൈമിൽ എത്തുമ്പോൾ അത് കൃത്യമായി ഫോക്കസ് ചെയ്ത് ക്ഷമിച്ച് വീക്കെൻഡ് വരെ, ഒരു വീക്ക് പ്ലാൻ ഉണ്ടാകും, വീക്കെൻഡ് വരെ വെയിറ്റ് ചെയ്യല്ല, ഓരോ ദിവസവും ക്ഷമയോടുകൂടി അതിന് ചെയ്യണം, ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. ഓക്കെ, പരീക്ഷയ്ക്ക് പഠിക്കുന്ന നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു അബദ്ധമാണ് ഓർത്തു പോവാണ്. പരീക്ഷയുടെ തലേദിവസം ഇരുന്നാ പഠിക്കും തലേദിവസം, അതുവരെ ഉഴപ്പി നടക്കും. പരീക്ഷ തലേദിവസം ഇരുന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ? ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസും ചിലപ്പോൾ എൻ്റെ വീഡിയോ കേൾക്കുന്നുണ്ടാവും, ഇവിടെ കേൾക്കുന്നുണ്ടാവും അല്ലേ? തലേദിവസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ വല്ലതും സ്കോർ ചെയ്യാൻ പറ്റുമോ? അപ്പം അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ലക്ഷ്യം ഒരു തലേദിവസം പോയാൽ നടക്കുമോ? ഓരോ ദിവസം നമ്മളിതിന് പറയുന്ന ബേബി സ്റ്റെപ്പുകൾ എന്നാണ്. ബേബി സ്റ്റെപ്പുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഇതെത്താൻ പറ്റും. ഇനി ഇതിനപ്പുറത്തേക്ക് മറ്റൊരു സാധനം കൂടിയുണ്ട്, മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മണിയെ നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പല സഹോദരിമാരും എനിക്ക് മെസ്സേജ് അയച്ച് പറയുന്നത്, ഇന്നലെയും പറഞ്ഞു ഇന്നും പറഞ്ഞ കാര്യമാണ്. സാറേ ഒരുപാട് പൈസ വരും, എങ്ങോട്ട് പോകുന്നു ഒരു ഐഡിയ ഇല്ല. പൈസ വരുന്നുണ്ട് സാറേ, മണിയൊക്കെ എൻ്റെ വരുന്നത്, പക്ഷെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയില്ല. എന്തുകൊണ്ടാണ്? മാനേജ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് സിസ്റ്റം ഉണ്ട്. മണി വരുന്നതും പോകുന്നതും കൺട്രോൾ ചെയ്യാൻ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നേ പറ്റും. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പൊതുവേ പറയും. ആ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തവർക്ക് മണി കിട്ടിയിട്ട് കാര്യമില്ല, ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. വരും, മണി വരും, പക്ഷെ അനുഭവിക്കാൻ പറ്റില്ല. മണി വെറുതെ വന്നാൽ മതിയോ? നമുക്ക് അനുഭവിക്കണ്ടേ അല്ലേ? മണി ഇഷ്ടംപോലെ വന്നു, അനുഭവിക്കാൻ പറ്റുന്നില്ല, കാര്യമുണ്ടോ? ഇല്ല അല്ലേ? ഇത്രയും ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് പറയുന്നവരെല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന്. യെസ് ഓർ നോ, ടൈപ്പ് കമോൺ. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശരിയാണ് സാറേ, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഭവമാണെന്ന് അംഗീകരിക്കുന്നവർ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ സാറേ, ജസ്റ്റ് ടൈപ്പ് ചെയ്തോളൂ. കാൻ യു റിപ്പീറ്റ്? ഇത്രയും കാര്യങ്ങൾ പൊതുവെ നമുക്ക് ജീവിതത്തിൽ വേണ്ടേ? യെസ്, ദാറ്റ്സ് ഗുഡ്. താങ്ക് യു കമന്റ് ചെയ്തവരെല്ലാം താങ്ക് യു. യെസ്, കറക്റ്റ്. അപ്പോൾ നമുക്ക് ഇതിന് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇപ്പൊ ചിലപ്പോൾ ഒരാൾ ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുക, അല്ലെ ബിസിനസ് തുടങ്ങണം, അതിലൂടെയാണ് കോടീശ്വരനാവുക എന്നുള്ളത്. ഏതൊക്കെ ടൈപ്പിൽ ബിസിനസ്സിന് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും, ഫൈനാൻസിങ് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പരിപാടികൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല പരിപാടിയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന നിങ്ങളുമായിട്ട് ഇത് അലൈൻഡ് അല്ലെങ്കിൽ, നിങ്ങൾക്ക് അതിൽ പാഷനേറ്റ് ഇല്ല. ഇന്നലെ ഞാൻ എൻ്റെ സഹോദരൻ എന്നോട് മെസ്സേജ് അയച്ച് അപ്പോയിൻമെൻറ്റ് ചോദിച്ചപ്പോൾ പുള്ളി ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ അന്നേരം പുള്ളിയുടെ ഓപ്പോസിറ്റ്, ഞാൻ പറഞ്ഞു സോറി, നിങ്ങൾ ചെയ്യരുത്. കാരണം ആ ബിസിനസ്സും ഇതുമായിട്ട് പുള്ളിക്ക് ഒരു ബന്ധവും ഇല്ല. എല്ലാവരും പറഞ്ഞു എനിക്ക് ബിസിനസ് തുടങ്ങണം, അതുകൊണ്ട് ഞാനും ബിസിനസ്. അങ്ങനെ ചെയ്യരുത് സുഹൃത്തുക്കളെ, വർക്ക് ചെയ്യില്ലത്. നിങ്ങൾ കയ്യിലെ കാശ് പോവേ ഉള്ളൂ. ഞാൻ ഒരാളെയും കാശ് പോകുന്നതിനെ പറ്റി പറയില്ല, കൃത്യമായി പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇത് റെഡിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കി കണ്ട് പറയാണ്. അതിൽ നിങ്ങൾ എത്രത്തോളം ഹോണസ്റ്റ് ഉണ്ടെന്ന് പറയാം. അങ്ങനെയാണ് ബിസിനസ് തുടങ്ങുക. അല്ലെങ്കിൽ ഇപ്പോൾ കരിയറിൽ നമുക്ക് എത്ര വർഷം ഒരു പോസ്റ്റിൽ പിടിച്ചു നിൽക്കുക? ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, അടുത്ത തലത്തിലേക്ക് പോകണ്ടേ? അവിടെ ഇരുന്നാൽ പറ്റുമോ? ഇത് മണി മൂവ് ചെയ്യണമെങ്കിൽ അടുത്ത തലത്തിലേക്ക് പോകണം. അതെങ്ങനെ സാധ്യമാകും? അതിന് ചില ടെക്നിക്കുകളുണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവ് ആയ ഒരാൾ എങ്ങനെ സെയിൽസ് മാനേജറായി പോകും? ദർ ഇസ് എ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റും.
ചിലപ്പോൾ നമുക്ക് ആ കമ്പനി ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് അതേ കമ്പനി തന്നെ പറ്റും. ദർ ഇസ് സം ഷിഫ്റ്റിംഗ് മെത്തേഡ്. ആ ഷിഫ്റ്റിംഗ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ പണ്ട് എനിക്ക് ബാംഗ്ലൂർ ജോലി കിട്ടിയ സമയത്ത് ഞാൻ ആദ്യം പോയി സെയിൽസ് എക്സിക്യൂട്ടീവ് ആയി പോയത്. ഞാൻ ആ ഒരു 2 മാസം കഴിയുമ്പോൾ സാർ എന്നോട് വിളിച്ചു പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട് എന്നോട്, വാന്ന് പറഞ്ഞു. അപ്പോൾ ആ കമ്പനിയിൽ ഒരുപാട് സെയിൽസ് എക്സിക്യൂട്ടീവ് 24 പേരുള്ള എന്നോട്, നിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ സീനിയർ ആയിട്ടില്ല, ഞാൻ വന്ന് 2 മാസമേ ആയിട്ടുള്ളൂ. അല്ല, നീ അത് നിനക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, സാറേ ഇപ്പം എന്നെ ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം എനിക്കിട്ട് പാര വെക്കും, അതുകൊണ്ട് സാർ സാലറി കൂട്ടിക്കോ, പക്ഷേ പൊസിഷൻ കൂട്ടരുതെന്ന് പറയും. കാരണം അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ അത് നോക്കണം. പക്ഷെ നമുക്ക് അപ്പോഴും നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും കമ്പനി. അങ്ങനെ ഒരു നമുക്ക് കിട്ടാൻ സമയത്ത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിനൊരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഓരോന്നും നമ്മൾ പ്ലാൻ ചെയ്യണം. ഇത് എങ്ങനെയാണ് ഒരു എന്താ പറയുക, ഓക്കെ രാവിലെ എഴുന്നേൽക്കുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു, രാവിലെ പോകുന്നു, വൈകിട്ട്, ഇങ്ങനെ പോയാൽ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ദർ ഇസ് എ സിസ്റ്റം. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയണം. അപ്പോൾ ഞാൻ സബ്ജക്റ്റിലേക്ക് വരാം. ഇത്രയും ചെയ്യുന്ന മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇത് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇനി ഞാൻ എന്തൊക്കെ പഠിപ്പിക്കുന്നു എന്ന് അത് ഞാൻ രണ്ടാമത് പറയാം. ഇങ്ങനെയാണ് ഇത് പോകുന്നതെന്ന് പറയാം. ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എത്ര പേർക്ക് താല്പര്യമുണ്ട്? താല്പര്യമുള്ളവർ എസ് എന്ന് പറയും. നിങ്ങളൊന്നും പൈസ തരണ്ടിട്ട് ഇപ്പോൾ താല്പര്യമുണ്ടോ ഇല്ലയോ? നിങ്ങൾ കാശ് തരണ്ടെന്ന്, കാശ് തരുന്ന കാര്യം പറഞ്ഞു. ഇത് മാനിഫെസ്റ്റേഷൻ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എസ് എന്ന് പറയൂ. യെസ്, ഓക്കെ. നോക്കൂ, എന്തൊക്കെയാണ് മണി മാനിഫെസ്റ്റേഷൻ എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, കുഴപ്പമില്ല. മണി മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എങ്ങനെയൊക്കെ, ഞാനിപ്പോൾ ഇതൊക്കെ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു. മണി മൈൻഡ് സെറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് മണി മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നത്? ഒരാൾ എങ്ങനെയാണ് മണി മൈൻഡ് സെറ്റ് ഉള്ള ആളായി മാറുന്നത്? എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ എത്ര പേർക്ക് മണി മൈൻഡ് സെറ്റ് ഉണ്ട്? ഒന്ന് പറഞ്ഞു നോക്കിയ നിങ്ങൾ. ഐ ഹാവ് എന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അല്ലെങ്കിൽ അങ്ങനെ പറയാം, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു മണി മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ പറഞ്ഞു. മറുപടി പറയാൻ പ്രയാസമായിരിക്കുമോ? സാറിന് പറഞ്ഞ് ചിലപ്പോൾ തെറ്റുണ്ടല്ലേ? ഓക്കെ, ഞാൻ ആ ചോദ്യം പിൻവലിച്ചു, നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾക്ക് മണി മൈൻഡ് സെറ്റ് ഉണ്ടോ? ഉള്ളവർ എസ് എന്ന് പറയും. ചാറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നില്ലേ? മണി മൈൻഡ് സെറ്റ് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ലിറ്റിൽ ബിറ്റ്. യെസ്, കമോൺ 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 കമോൺ. പോരട്ടെ പോരട്ടെ, എല്ലാവരും പോരട്ടെ. ഓക്കെ ഓക്കെ രഞ്ജി, ഗുഡ്. കഴിഞ്ഞോ? ഓക്കെ. നിങ്ങൾക്ക് മണി ഇല്ലാത്തവരോട് ചോദ്യം, നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഓക്കെ, ഇല്ല എന്ന് പറഞ്ഞവരോട് യെസ് പറഞ്ഞവരായി കഴിഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞവർ നിങ്ങൾക്ക് മണി മൈൻഡ് സെറ്റ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട് ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും, സ്വാഭാവികമല്ലേ? എങ്ങനെ അത് ഉണ്ടാവും? ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ? നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മണി മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് 1 കിലോ കിട്ടുമോ? മണി മൈൻഡ് സെറ്റ് എവിടെയെങ്കിലും ഒരു കടയിൽ പോയിട്ട്, ലുലുലോ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് 1 കിലോ മണി മൈൻഡ് സെറ്റ് വാങ്ങിക്കാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? യെസ്, അത് തന്നെയാണ്. ബൈ ഡെയിലി പ്രാക്ടീസാണ്. അപ്പോൾ എങ്ങനെ ഡെയിലി പ്രാക്ടീസ് സാധ്യമാകും? എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ? അല്ലേ, നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, സ്വയം പഠനമില്ലാതെ സാധ്യമാകുമോ? സ്വയം പഠനമില്ലാതെ സാധ്യമാകില്ല അല്ലേ? അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, സ്വയം പഠനമില്ലാതെ സാധ്യമാകില്ല. അപ്പോൾ മണീസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ പഠനത്തിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത് സാധ്യമാക്കും? ഈ കോഴ്സുകൾ നമ്മൾ മുഴുവൻ പഠിപ്പിക്കുന്നത് ഇതാണ് കേട്ടോ. നമ്മളുടെ ഈ ഈവനിങ് സെഷൻസ് മുഴുവൻ പഠിപ്പിക്കുന്നത് എങ്ങനെ നമ്മുടെ മണി മൈൻഡ് സെറ്റ് ഉണ്ടാക്കാമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ ആദ്യം തന്നെ ടൈപ്പ് ചെയ്യൂ, വെൽത്തിനെ പറ്റി പറയൂ, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും ദിവസം വന്നവർക്ക് മാറ്റമുണ്ടോ? നിങ്ങൾക്ക് ഇത്രയും ദിവസം വന്നവർ വളരെ, ഞാൻ ഓരോ ആളും ചാറ്റ് നോക്കുകയായിരുന്നു. ഇത്ര ദിവസം വന്നിട്ട് ഇത്രയും ദിവസം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവരിൽ
50% എന്നോട് പറഞ്ഞ് മൈൻഡ് സെറ്റ് ഇല്ല, മണി മൈൻഡ് സെറ്റ് ഇല്ല എന്നാണ്. മാറ്റമുണ്ട്, പലർക്കും മാറ്റമുണ്ട്, എന്നാൽ മറ്റു പലർക്കില്ല. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ ഇരുന്നിട്ട് മണി മൈൻഡ് സെറ്റ് മാറ്റാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ there is something you need to fine tuning, അല്ലേ? ഇത്രയും ദിവസം നമ്മളിപ്പോൾ ഒരു 10-15 ദിവസമായില്ലേ ഈ മണിയെ പറ്റി മാത്രം സംസാരിക്കുന്നു. മണി മൈൻഡ് സെറ്റ് നമ്മൾ അങ്ങനെയല്ലേ ഉണ്ടാക്കിയെടുക്കുക. മണി മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്ന പ്രക്രിയ അങ്ങനെയല്ലേ, നമ്മൾ പറഞ്ഞതുപോലെയാണ്. ആ പ്രക്രിയ നമുക്ക് 10-15 ദിവസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? യു നീഡ് എ മോർ ടൈം. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മളിൽ കുറേ സംഭവങ്ങൾ ഇങ്ങനെ അബദ്ധധാരണകൾ, ലിമിറ്റിംഗ് ബിലീഫ്സുകൾ ഉള്ളത് കൊണ്ടാണ്. ആ ലിമിറ്റിംഗ് ബിലീഫ്സിനെ ഓവർകം ചെയ്യാൻ സാധിച്ചവർക്ക് മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലിമിറ്റിംഗ് ബിലീഫ്സിനെ ഓവർകം ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? യു ഷുഡ് നോ ദാറ്റ് വാട്ട് ഈസ് മൈ ലിമിറ്റിംഗ് ബിലീഫ്സ്. ഇന്നൊരു സഹോദരി എനിക്ക് അയച്ച വോയിസ് മെസ്സേജിൽ സഹോദരി കൃത്യമായി പറഞ്ഞത് ഇങ്ങനെയാണ്: സാറ് എന്തോ ഒരു വിഷയം എൻ്റെ ഉണ്ടെന്ന് എനിക്കറിയാം, അത് മാറ്റിയാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ആ വിഷയം എന്താണെന്ന് അറിയാത്തത് സ്വാഭാവികല്ലേ? അത്രയും അവർ ആ സ്റ്റേജ് വരെ എത്തി. എങ്ങനെയാണ് അവർ ആ സ്റ്റേജ് വരെ എത്തിയതെന്നും കൂടി മനസ്സിലാക്കണം. ഇതുപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലായത്. എന്നോട് പറഞ്ഞു ഇത്രയാണ്: സാറേ, ഞാനൊരു കോഴ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കൊരു ഗുണം കിട്ടി, എനിക്കൊരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇതിനെ ഓവർകം ചെയ്താൽ ഞാൻ രക്ഷപ്പെടുന്നു. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഇതങ്ങനെ എനിക്കും അറിയില്ല കേട്ടോ. ഞാനും ഈ പ്രോസസ്സുകൾ കടന്നു വരുമ്പോൾ എനിക്കും അറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ നിരന്തരമായ പ്രക്രിയയിലൂടെ മാത്രം സാധ്യമാവുകയുള്ളൂ. പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ ട്രാക്കിൽ വീണ് കിട്ടിയല്ലേ, വണ്ടി പഠിക്കുന്ന പോലെയാണ്. വണ്ടി പഠിച്ച് ട്രാക്കിൽ വീണ് കിട്ടിയ പിന്നെ പോക്കോൾ. അപ്പോൾ ഞാൻ വളരെ പ്രധാനമായിട്ടും മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യുന്നതാണ്. ഫണ്ടമെന്റലായിട്ട് മൈൻഡ് സെറ്റ്. അപ്പൊ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? ദിനേശിനുള്ള മൈൻഡ് സെറ്റിനെ കൊണ്ടുവന്നിട്ട് രമയുടെ മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ പ്രകാശിന്റെ മൈൻഡ് സെറ്റോ ആക്കി മാറ്റാൻ പറ്റുമോ? കോമൺ ആണോ? ഓരോ ആളുടെയും കോമൺ ആണോ മൈൻഡ് സെറ്റ്? ഞാൻ കുറച്ച് തിയറി ഇങ്ങനെ ഡെലിവറി ചെയ്ത് പോകും. ഇതാണ് മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യേണ്ടത്, XYZ 1 2 3 4 5 ഇത് ട്രൈ ചെയ്തോളൂ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുമോ? ഒരിക്കലും മാറില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും പുസ്തകങ്ങൾ വായിച്ചിട്ടും ഇൻഫർമേഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരെണ്ണം വായിച്ചാൽ പോരെ. ഇന്നലത്തെ നമ്മൾ ക്ലാസ്സിൽ പ്രിയ സുഹൃത്തിനോട് പറഞ്ഞ പോലെ ഒരു പുസ്തകം വായിച്ചാൽ മണി ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഇല്ല പ്രോസസ്സ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ആളുടെയും ട്യൂണിങ് മനസ്സിലാക്കണം. എന്നിട്ട് അതിന് തത്തുല്യമായ രീതിയിൽ അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. കോമൺ ആയി കൊടുത്താൽ വർക്ക് ചെയ്യില്ല ഈ സാധനം. കാരണം ഓരോ മൈൻഡും ഡിഫറെൻ്റ് ആണ്, ഓരോ ആളും ഡിഫറെൻ്റ് ആണ്, ഓരോ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്നവരാണ് അവർ, ഓരോ വ്യക്തിത്വങ്ങളാണ് അവർ നിലവിലുള്ള ഓരോ സാഹചര്യം വിഭിന്നമാണ്. അവർ ജനിച്ചു വളർന്നു വന്ന സാഹചര്യം വിഭിന്നമാണ്. നാളെ അവർ എത്താൻ പോകുന്ന സാഹചര്യങ്ങൾ വിഭിന്നമാണ്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് കൊടുത്താൽ മാത്രമേ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്കത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റില്ല. നമ്മുടെ പഴയ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാർക്ക് പലർക്കും അറിയാം അവർ ഏതൊക്കെ സാഹചര്യങ്ങൾ വന്നിട്ട് ഏതൊക്കെ സാഹചര്യങ്ങളിലേക്ക് മാറിപ്പോയി എന്നുള്ളത് അത്രയും വ്യക്തമാണ്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിലും ടെസ്റ്റിമോണിയലൊക്കെ കേൾപ്പിക്കാന്ന് വെച്ചാൽ മനഃപൂർവ്വമാണ് കേട്ടോ. ടെസ്റ്റിമോണിയൽ ഉണ്ട്, വളരെ കുറവാണ്, ഞാൻ പ്ലേ ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം വെച്ചാൽ എനിക്കറിയാം ഞാൻ കമ്മിറ്റഡ് ആണ്, ആൾക്കാർ കൊടുക്കുന്ന കാര്യങ്ങൾ കമ്മിറ്റഡ് ആയത്. അപ്പോൾ എങ്ങനെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കാം എന്ന് നമ്മൾ പഠിക്കണം. എന്നിട്ട് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. എന്താണ് പണത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പ്രപഞ്ച നിയമം എന്ന് നിങ്ങൾക്കറിയോ? എനിബഡി നോസ് വാട്ട് ഈസ് ദ യൂണിവേഴ്സൽ ലോ ഓഫ് മണി അല്ലെങ്കിൽ വെൽത്തിന്റെ യൂണിവേഴ്സൽ നിയമം? പ്രപഞ്ചത്തിലൊരു നിയമമുണ്ട്. പ്രപഞ്ച നിയമത്തെ പറ്റി നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ പല കാര്യങ്ങൾക്കും പ്രപഞ്ച നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം പോകുന്നത്. നമുക്ക് അറിഞ്ഞോ അറിയില്ലെങ്കിൽ അതൊക്കെ ഉണ്ട് അവിടെ. ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണതിന് ശേഷം കണ്ടുപിടിച്ച ഗുരുത്വാകർഷണ ബലവും, പക്ഷെ ആപ്പിള് ന്യൂട്ടന്റെ തലയിൽ വീണാതിരിക്കുമ്പോഴും ഗുരുത്വാകർഷണ ബലം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ലോ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ലോ ഓഫ് ഉള്ളവർക്ക് കൂടുതൽ ലഭിക്കുമെന്നല്ല ജയപ്രകാശ്, അത് അങ്ങനെയല്ല നിയമം. ആഗ്രഹിക്കുന്നവന് കൂടുതൽ ലഭിക്കുമെന്നാണ് കേട്ടോ പ്രപഞ്ച നിയമം. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഉള്ളവർക്ക് കിട്ടുകയെന്നല്ല, ആഗ്രഹിക്കുന്നവനാണ് കിട്ടുക എന്നല്ല. അപ്പോൾ ഇത് ഈ നിയമങ്ങൾ നമുക്ക് അറിയാത്തതുകൊണ്ട്, അറിഞ്ഞോ അറിയാതെയോ ആയാലും നിയമം അവിടെ ഉണ്ട്, അത് നിയമമില്ല. പക്ഷെ നമുക്ക് അറിഞ്ഞാലോ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നിയമം ശരിക്കും നമ്മൾ പഠിക്കും. എന്നിട്ടത് എങ്ങനെ നമുക്കിലേക്ക് എത്തിക്കുമെന്ന് പഠിക്കണം.
പ്രപഞ്ച നിയമങ്ങളിൽ നമ്മൾ 13 പ്രപഞ്ച നിയമങ്ങൾ, സാർവത്രിക നിയമങ്ങളായ 13 ഉള്ളത്. പക്ഷെ ഇതിൽ 5 ബേസ് ആയിട്ട് നമ്മുടെ വെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. ഈ 5 വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് ഉപയോഗിക്കും. അവിടെ വരയ്ക്കുമ്പോൾ നമ്മൾ സ്വിച്ച് വേർഡുകളെ പറ്റി പഠിക്കും. നമ്മളിപ്പോൾ പറയുമ്പോൾ സ്വിച്ച് വേർഡുകൾ ഉപയോഗിക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞാണ്, സാറിൻ്റെ വീഡിയോ പലപ്പോഴും ഞാൻ പല വീഡിയോയും കണ്ടിട്ട്, പക്ഷേ സാർ അതിനകത്ത് ഒരു നെഗറ്റീവ് വേർഡ് പോലും പറയാതെ എങ്ങനെയാണ് സംസാരിക്കുക എന്ന്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ, എനിക്കറിയില്ല അത്. ഞാൻ നോർമലിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ സംസാരിക്കുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ ബൈ പ്രാക്ടീസ് എത്തിപ്പെടുകയാണ്. ഇങ്ങനെ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ നിരന്തരമായ പ്രാക്ടീസുകൾ ആവശ്യമാണ്. ഈ പ്രാക്ടീസാണ് നമുക്ക് വേണ്ടത്. ഇതിനെയാണ് നമ്മൾ പറയുന്നത്. ഈ പ്രാക്ടീസ് ചെയ്യിക്കാനാണ് ഞാൻ ഓരോ ആളെ ഇൻഡിവിജ്വലാണ് ട്രെയിൻ ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങളുടെ സംസാരത്തിൽ വരുന്ന പിഴവുകൾ, ഇതിനെയാണ് മാറ്റേണ്ടത്. കാരണം അത് പറഞ്ഞു കൊടുത്തവർ പിഴവുകൾ മാറ്റിക്ക. പിന്നെ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഭയങ്കര പവർഫുള്ളായ സാധനമാണ്. ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്ത എത്ര പേര് ഇവിടെ ഉണ്ട്? എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാമോ? എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇപ്പം ഞാൻ ക്ലാസ്സിൽ ചോദിച്ചാൽ നിങ്ങൾ പറയേ സാറ് വെറുതെ ചോദിക്കുന്നത്, വെറുതെ ഇല്ല. ഓക്കെ, കം ഓൺ, ദാറ്റ്സ് ഇറ്റ് ഷൈല, ഐ വാണ്ട് ഇറ്റ് ഫ്രം യു ദാറ്റ്. യെസ്, നോ മണി, യെസ്, കം ഓൺ. പൈസ ഇല്ലാത്തവർ എല്ലാവരും പറയണം പൈസ. ഞാൻ തരൂല കേട്ടോ, അതുകൊണ്ടല്ല കേട്ടോ, പൈസ ഇല്ലാത്ത കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ, ഞാൻ ചോദിച്ചാണ് നിങ്ങൾക്കത്. പറയട്ടെ, യെസ്, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരിലും കാശുണ്ടല്ലേ? യെസ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ബാക്കിയുള്ളവരും കൂടി കോടിയില്ല, കുഴപ്പമില്ല. കോടികളില്ലെങ്കിലും പൈസ ഉണ്ടോ എന്ന് ചോദിച്ചില്ല, കോടികൾ ചോദിച്ചില്ലേ, കുഴപ്പമില്ല. നോക്കൂ, ഇത് യെസ്, ഇതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നതെന്ന്, യാഥാർത്ഥ്യമാണ് പറയുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയെന്ന് വരാം. പക്ഷെ യഥാർത്ഥത്തിൽ അത് സത്യമല്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ലിക്വിഡ് ക്യാഷ് ഇല്ല എന്ന് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ലിക്വിഡ് ക്യാഷ് ആയിട്ട് എൻ്റെ ഇല്ല എന്ന് മാത്രമാണ്, അല്ലേ? അങ്ങനെയാണോ എല്ലാ സാധനങ്ങളും? ഇപ്പോൾ 1 കോടി, ഞാൻ പലപ്പോഴും ക്ലാസ് പറയും, 1 കോടി രൂപ നിങ്ങൾക്ക് കിട്ടുന്ന ലിക്വിഡ് ക്യാഷ് ആയിട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇതിനുമുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്താണല്ലേ ക്ലാസ്സിൽ. 1 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് കൈ കഴിഞ്ഞിട്ട് എല്ലാവരും വെച്ച് പോകുന്ന അവസ്ഥ വന്നിട്ടു. അപ്പം അവിടെയാണ് നമ്മൾ ഈ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തെ മാറ്റിയെടുക്കുക. ഇത് നമ്മൾ പരമ്പരാഗതമായി സമൂഹത്തിൽ കൊണ്ടുവന്ന കുറേ സിസ്റ്റമാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരുമോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആരെങ്കിലും പൈസ വാങ്ങിക്കുമോ? ഞാൻ 2 സിസ്റ്റം ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ കയ്യിൽ കാശില്ല നിങ്ങളോട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാനത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ കാശില്ല നിങ്ങൾ സ്വയം പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് എനിബഡി നോസ് ദാറ്റ്? ആർക്കെങ്കിലും പറയാൻ പറ്റും യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും? നിങ്ങളിൽ കാശില്ല എന്ന് പറഞ്ഞാൽ കാര്യം കാശ് വരുമോ? കാശ് ഇല്ലാതാകുമോ? കാശില്ല എന്ന് പറയുമ്പോൾ യെസ് പറട്ടെ. അപ്പൊ ഇതറിയാം, ഇതെല്ലാവർക്കും അറിയാം. ശൈലൻ ഒന്ന് പറഞ്ഞ് നിങ്ങൾ കാശില്ല എന്ന് ടൈപ്പ് ചെയ്താൽ മതി. കാശില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആരെങ്കിലും കാശ് തരുമോ? നിങ്ങൾക്ക് കാശില്ലാതാകുമോ? ഇല്ലാതാകും, അല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇല്ലാതാവുകയാണോ വേണ്ടത്? നിങ്ങൾക്ക് വരികയാണോ വേണ്ടത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ആ പറയുന്നതിന്റെ അൾട്ടിമേറ്റ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? എനിക്ക് വരണമെന്ന് ഉദ്ദേശിച്ചല്ലേ നിങ്ങളത് പറയുന്നത്, അല്ലേ? നമ്മളിത് ഇല്ല എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞത് എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ പറയുന്ന വാക്കെന്താ? നേരെ തിരിച്ചല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ ഈ പറഞ്ഞ ഒന്ന് കൃത്യമായി ക്ലിയർ ആക്കാൻ വേണ്ടി പറയുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് പൈസ വരണമെന്നാണ് ആഗ്രഹം, എനിക്ക് പൈസ വേണമെന്നാണ് ആഗ്രഹം. പക്ഷെ നമ്മൾ പറയുന്നത് ഇല്ല എന്നാണ്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തായിരിക്കും അവിടെ തീരുമാനിക്കുക? ഇല്ല എന്ന് മാത്രമല്ലേ? അപ്പോൾ വരുമോ? സാധാരണ കോമൺ ആയിട്ടുള്ള കാര്യമല്ലേ? നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്.
നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ വാക്കുകൾ അത്ര പവർഫുള്ളാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് വരും എന്നാണ്. പക്ഷെ നേരെ തിരിച്ചാണ്. ലോകം സഞ്ചരിക്കുന്നത് തിരിച്ചാണ്. ഇതാണ് പ്രപഞ്ച നിയമത്തിന്റെ അടിസ്ഥാനം. യെസ്, വരില്ല. ജയപ്രകാശ് പറഞ്ഞു വരില്ല. നമ്മൾ ചോദിച്ചാൽ കാരണം ഇവിടെ ഇല്ലായ്മ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ വളരെ സിമ്പിളായി ഇതെല്ലാം വിട്ടുകളാം, വളരെ സിമ്പിളായിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് ഒരു സുഹൃത്തുണ്ട്, അല്ലെങ്കിൽ വേണ്ട സുഹൃത്തില്ല, നിങ്ങളുടെ അയൽവാസി, അങ്ങനെ ആവാതിരിക്കട്ടെ, ഒരിക്കലും അങ്ങനെ സംഭവിച്ചത്, ഞാനൊരു ജസ്റ്റ് ഹൈപ്പോത്തറ്റിക്കൽ മാത്രം പറയുന്ന കാര്യം, നിങ്ങളുടെ അയൽവാസി ഭയങ്കരമായി ദരിദ്രനാണ്, ഒന്നുമില്ല, എന്നും പരാതിയും പരിഭവവും കഴവട്ടവും ഒക്കെ, കരച്ചിലും പിഴിച്ചിലും കഷ്ടം പറയുന്ന ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് സദാസമയം പുള്ളിയുടെ കൂടെ പോയിരിക്കാൻ ഇഷ്ടമുണ്ടാവുമോ? നിങ്ങൾ അവിടെ പോയിരിക്കുമോ? പുള്ളിയുടെ കൂട്ടുകൂടാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും? നമ്മൾ ആൻസർ പറഞ്ഞ എല്ലാവരും നോക്കട്ടെ. ഒരാളെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി കറക്റ്റ് ആൻസർ കിട്ടും, ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ. ഇല്ല, കണ്ടോ? ഒരിക്കലും നിങ്ങളെ പറ്റി ഒരു നല്ലത് പറയാത്ത ഒരാളെ പറ്റി അടുത്ത്, അങ്ങനെയും പറയാം, നിങ്ങളെ പറ്റി നല്ലത് പറയാത്ത അടുത്ത് നിങ്ങൾ ചങ്ങാത്തം കൂടാൻ പോകുമോ? പോവില്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ പൈസ നിങ്ങളുടെ അടുത്ത് വരും? നിങ്ങൾ പൈസയെ പറ്റി ഒരു നല്ലത് പോലും പറയുന്നില്ലെങ്കിൽ ആ പൈസക്ക് എങ്ങനെ നിങ്ങളുടെ അടുത്ത് വരാൻ തോന്നും? അത് മാത്രം വിചാരിച്ചാൽ മതിയല്ലോ. ഞാൻ ഇത്രയും പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ക്ലിയർ ആയില്ലേ സാധനം? ഇത്രയാണ് സിമ്പിൾ പ്രോസസ്സ്. മൈൻഡ് സെറ്റ് ഷിഫ്റ്റിംഗ് ഇങ്ങനെയാണ്. ഇത് പൂർണ്ണമായിട്ടില്ല, ഇത് വളരെ ഡീപ്പായിട്ട് പോകേണ്ട സബ്ജക്റ്റാണ്. നമ്മൾ സമൂഹത്തിന് ഇങ്ങനെ കുറേ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടെന്നേ. ഈ സാധനത്തെ എടുത്തിട്ട് കളയാത്തിടത്തോളം കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും പറ്റില്ല. ഇത് എടുത്തു കളഞ്ഞേ പറ്റൂ. അപ്പോൾ അത് നമുക്ക് എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ. അവിടെയാണ് അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പണം ഉണ്ടാക്കുന്നതിൽ എന്താണ് തടസ്സപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ സഹോദരിയുടെ ഒരു കാര്യം പറഞ്ഞു. അതുപോലെ നിങ്ങൾ പണം ഉണ്ടാക്കുന്ന എന്തോ ഒരു സാധനം പിടിച്ചു നിർത്തുന്നുണ്ട്. പണം ഉണ്ടാക്കാൻ അറിയാലോ, പണത്തിന് ഒരു ഇതുമില്ല, എല്ലാവരുടെ അടുത്തും വരാൻ റെഡിയാണത്. പക്ഷെ നിങ്ങൾക്ക് മാത്രം പണം വരുന്നില്ലെങ്കിൽ എവിടെയോ ഒരു ടോണിങ് വിഷയമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അത് മാറ്റിയാൽ മതി, അല്ലേ? നേരെ പോകുന്ന വഴിക്ക് റോഡിൽ എവിടെയോ ഒരു കുഴിയുണ്ട്. ആ കുഴി ഏതാണെന്ന് എനിക്കറിയില്ല. യാത്ര പോകുമ്പോൾ എല്ലാ ദിവസവും വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ വീഴും. കുഴി കാണുന്നില്ല എനിക്ക്. വണ്ടി നിർത്തി കുഴി കണ്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ, അല്ലേ? എല്ലാ ദിവസവും പോകുന്ന വഴിയിൽ വണ്ടി എവിടെയോ ടയറക്ട് എന്ന് അടിക്കുമ്പോൾ 2 ദിവസമൊക്കെ പോകും. 3-ാമത്തെ ദിവസം വിചാരിക്കണം, ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, ഇത് എന്താണ് ഈ അടിക്കുന്ന സാധനം, അല്ലേ? ഇത് കണ്ടുപിടിച്ച് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പമല്ലേ? മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഒന്നിരുത്തി ചിന്തിച്ചാൽ മതി. ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മാത്രം മതി. സൈക്കോളജിക്കലായിട്ടെല്ലാം ജസ്റ്റ് സാധാരണ ഇതിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വളരെ കൃത്യമായി നമ്മൾ എടുക്കുന്ന സാധനമാണ് മണി മാനിഫെസ്റ്റേഷൻ. അതുപോലെ തന്നെ എന്താണ് ഈ അബൻഡൻസ്? എല്ലാവർക്കും അബൻഡൻസ് വേണം, അല്ലേ? എവരിബഡി നീഡ് അബൻഡൻസ്. ആർക്കൊക്കെ അവിടെ അബൻഡൻസ് വേണം? ഇവിടെ അബൻഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഐ നീഡ് അബൻഡൻസ്. കമാൺ ടൈപ്പ് അബൻഡൻസ് എന്ന് എഴുതണേ. അബൻഡൻസ് എന്ന് എഴുതാൻ പറ്റുമല്ലോ? ഓക്കെ, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, നിങ്ങൾ യെസ് എന്ന് പറഞ്ഞാൽ അബൻഡൻസ്. എവ്രിബഡി നീഡ് അബൻഡൻസ്. വാട്ട് ഈസ് അബൻഡൻസ്? എന്താണ് ഈ അബൻഡൻസ്? വാട്ട് ഈസ് അബൻഡൻസ്? എന്താണ് ഈ അബൻഡൻസ്? നിങ്ങൾക്ക് അബൻഡൻസ് വേണം. എന്താണത്? ഒരു വേർഡാണ് അബൻഡൻസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാണോ ശരിക്കും അബൻഡൻസ്? അങ്ങനെ ഒരു വേർഡ് കിട്ടിയാൽ മതിയോ? സമൃദ്ധി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇവിടെ വരണം, അല്ലേ? സമൃദ്ധി വരേണ്ടത് എവിടെയാണ്? എൻ്റെ വീട്ടിൽ കുറെ വലിയ ബംഗ്ലാവും, ഞാൻ വലിയ ബംഗ്ലാവും 5-6 കാറും ഒക്കെ ജോലിക്കാരും ഒക്കെ ഉണ്ടാക്കുന്ന സമൃദ്ധി ഉണ്ടാവും എനിക്ക്? സമൃദ്ധി എവിടെയാണ് ഉണ്ടാവേണ്ടത്? സമൃദ്ധി ഉണ്ടാവേണ്ട സ്ഥലം എവിടെയാണ്? മനസ്സിൽ, അല്ലേ? മനസ്സിൽ സമൃദ്ധി ഉണ്ടാവണമെങ്കിൽ നമുക്ക് മനസ്സിനെ സാന്ത്വനപ്പെടുത്തി സമൃദ്ധി അനുഭവിക്കാൻ തയ്യാറാവണം. സമൃദ്ധി അനുഭവിക്കാൻ തയ്യാറായാൽ മാത്രമല്ലേ സമൃദ്ധി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സമൃദ്ധി ഉണ്ടാവില്ല. അപ്പൊ അബൻഡൻസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് എന്താണ് അബൻഡൻസ്? എന്ത് കിട്ടിയാലാണ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുക?
ചിലവർക്ക് അത് 4 വണ്ടി മേടിക്കുന്നതാവാം, ചിലവർക്ക് ഒരു വലിയ വീട് കെട്ടുന്നതാവാം, ചിലവർക്ക് ഇതൊന്നുമില്ല, എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി കിടന്നുറങ്ങുന്നതാവാം, ചിലവർക്ക് കമ്പനികൾ വളർത്തി 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 കൊണ്ടുപോകുന്നതാവാം, മറ്റു ചിലർക്ക് എന്നും യാത്രകൾ ചെയ്യുന്നതാവാം, മറ്റു ചിലർക്ക് നല്ല ലവ് അഫെയറിൽ നിൽക്കുന്നതാവാം, മറ്റു ചിലർക്ക് എന്നും കാശ് ഇങ്ങനെ ബാങ്കിൽ നിറഞ്ഞു നിൽക്കുന്നതാവാം. ഓരോ ആൾക്കും വ്യത്യസ്തമാണ്. അബൻഡൻസ് എല്ലാവർക്കും ഒരുപോലെയല്ല സമൃദ്ധി. അപ്പം അത് ഓരോ ആൾക്കും വ്യത്യസ്തമാണെങ്കിൽ ഒരേ സിസ്റ്റം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സമൃദ്ധി കിട്ടുമോ? ഒരേ സിസ്റ്റം പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുമോ? ഇപ്പൊ ബിൽ ഗേറ്റ്സിന് ഏറ്റവും സമ്പന്നനായി നമ്മൾ പോയി എടുക്കുന്നത്, ബിൽ ഗേറ്റ്സ് സ്ഥാനത്ത് നമ്മൾ പോയിരുന്നാൽ നമുക്ക് സമൃദ്ധി അനുഭവിക്കാൻ പറ്റും? പറ്റുമോ? ഇല്ല, അല്ലേ? കാരണം നമ്മുടെ ചിന്താഗതി, നമ്മുടെ രീതിയും ബിൽ ഗേറ്റ്സുമായിട്ട് ഒരിക്കലും കണക്ട് ആവുന്നതല്ല. അപ്പൊ അതല്ല നമ്മുടെ അബൻഡൻസ്. നമ്മുടെ അബൻഡൻസ് എന്താണ്? നമുക്ക് ഓരോ ആൾക്കും ഒരു വ്യത്യസ്തമായ ചൂണ്ടൽ ഉണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കുക, ഇങ്ങനെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക, കുറേ വായിക്കുക, പഠിക്കുക, സംസാരിക്കുക, സോഷ്യലായിട്ട് ആൾക്കാരോട് ഇടപെടുക, എനിക്ക് ആവശ്യമുള്ളത്ര പൈസ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ ബിസിനസ്സുകൾ കുറച്ചും കൂടി ബെറ്റർമെൻ്റ് ആക്കുക. ഇതൊക്കെയാണ് എൻ്റെ അബൻഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഫാമിലിയായിട്ട് നന്നായിട്ട് ഒതുങ്ങി നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിച്ചു പോവുക. പക്ഷെ മറ്റു പലർക്കും മറ്റത് പലതും ആവാം. അപ്പം അബൻഡൻസ് നിർവചനം കൊടുക്കാത്തത്തോളം നമ്മൾ എങ്ങനെ ഇത് തേടിയെത്തും? നമുക്കിത് എത്തുമോ? ഞാൻ ദിനേശിൻ്റെ അബൻഡൻസ് കൊണ്ടിട്ട് ഇപ്പോൾ പ്രസീത മാമിന് കൊടുത്താൽ നടക്കുമോ? അതല്ലല്ലോ അവിടുത്തെ വേണ്ടത്. അപ്പം അത് മനസ്സിലാക്കണം, അത് ഉൾക്കൊള്ളണം. ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഡീറ്റെയിൽസ് ഒരു കോഴ്സിൽ ആരും പറയണല്ലോ കേട്ടോ. ഞാൻ കോഴ്സിനെ പറ്റി പറയാനല്ല, ഇങ്ങനെയാണ് നമ്മൾ ഈ തന്ത്രം പറഞ്ഞാണ്, ഇതാണ് ടൈം, നിങ്ങൾ ഇതൊക്കെ ചേരുന്നതാണ് ഈ തന്ത്രം എന്നാണ് പറയുന്നത്. ഒരു കോഴ്സിലും ആരും ഇൻഡിവിജ്വൽ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ല. അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള ടൂൾസുകൾ ഉപയോഗിച്ചാണ് നമുക്ക് മണി ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുക? പ്രാക്ടിക്കൽ ടൂൾസ് ആണ്. എന്ന് വെച്ചാൽ ആ പ്രാക്ടിക്കൽ ടൂൾസ് ഒന്നും നമ്മൾ ഞാൻ കൊണ്ടുതരുന്നത് ഇവിടെ കൊണ്ട് ഈ ടൂൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നത് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. നിങ്ങൾ അവിടെ പോയി ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കൊരു സ്ക്രൂ ഡ്രൈവറും കട്ടിംഗ് പ്ലെയറും തരികയാണ്, ഓക്കെ, ആ വയർ കട്ട് ചെയ്ത് ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞു. ഫിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പണിയാണ്, അല്ലേ? എനിക്കിത് കാണിച്ചു തരാനേ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ടൂൾസുകൾ, പ്രാക്ടിക്കലായിട്ടുള്ള ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കണം, നമ്മൾ പറയും. അപ്പോൾ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? മണി എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുന്നത്? അതിന് നമ്മൾ ചെയ്യേണ്ട ദിനചര്യകൾ എന്തൊക്കെയാണ്? സ്ലോലി സ്റ്റെപ്പുകളൊക്കെയാണ്. ഇങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ ഒരു തന്ത്രമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, മാജിക്കായിട്ടൊന്നുമില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ കൂടി പറയാൻ നിൽക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്, നിങ്ങൾ ഈ ക്ലാസ് ഇപ്പോൾ ഞാൻ കേൾക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ട് മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതുപോലെയല്ല എല്ലാ ക്ലാസ്സുകളും, എൻ്റെ ക്ലാസ്സുകൾ ഇതുപോലെ നല്ല നിങ്ങൾക്ക് കണ്ടൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീഡിയോ കാണുക. യൂട്യൂബിൽ അവൈലബിൾ ആണ്, കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ചോദിക്കുന്ന ചോദ്യം അവിടെ തന്നെ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇതൊക്കെയാണ് എനിക്കും എൻ്റെ അബൻഡൻസിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നത് എനിക്കൊരിക്കലും ഇതുമില്ല, കാരണം ഞാനത് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഗ്രൂപ്പിലും ചോദിക്കാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ചോദിക്കാം, കമ്മ്യൂണിറ്റിയിലും ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് മറുപടി എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ തരും. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇവിടെ കൊണ്ടുപോയി കാശ് നിക്ഷേപിക്കുമോ അവിടെ കൊണ്ടുപോയി കാശ് നിക്ഷേപിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാനതിന് മറുപടി പറയില്ല, എനിക്കത് പറയാൻ പറ്റില്ല. നിങ്ങൾ എവിടെയാണ് ഉചിതമായ രീതിയിൽ മണി മൾട്ടിപ്ലിക്കേഷന് പോകുന്നത്, അല്ലെങ്കിൽ മണി നേടാണ്ട് ജോലി ചെയ്ത്, ഇപ്പോൾ ജോലി വേണ്ടവർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം, എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ജോലി പറ്റുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ച് ടിപ്പുകൾ പറഞ്ഞു തരാൻ പറ്റും, ഇതൊക്കെ ഞാൻ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ പലരും ജേർണി ടു ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ എൻ്റെ മെയിൻ ഗ്രൂപ്പിൽ ഇല്ലാത്തവർ അതിൽ എത്തുക. നമ്മുടെ ഒരുപാട് വ്യത്യസ്തമായ മെഡിറ്റേഷൻ പരിപാടികളുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പരിപാടികളുണ്ട്, അതൊക്കെ നമ്മുടെ യോഗ പരിപാടികളുണ്ട്, ഇതൊക്കെ നമ്മളുണ്ട്. യോഗ വളരെ നിർബന്ധമുള്ള കാര്യമാണ് എല്ലാവരും സംബന്ധിച്ച്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ യോഗ ചേരാൻ താല്പര്യമുണ്ട്. നാളെ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഈ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന് വേണ്ടി നമ്മളല്ല, പുറത്തെ ആളാണ് ചെയ്യുന്നത്, നമ്മളുമായിട്ട് ബന്ധമില്ലത്, പുറത്ത് നമ്മുടെ സ്റ്റുഡൻ്റ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യോഗയിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നും കൂടി അവർ ഓഫർ തന്നിട്ടുണ്ട്. ഹാപ്പിനെസ് മാസ്റ്ററി ഹബിലുള്ളവർക്ക് മാത്രമായിട്ട് ഉള്ളൊരു ഓഫർ അവർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിന് അവർ ഓഫർ മേടിച്ച് നിങ്ങൾക്ക് തരാം. യോഗ ചെയ്യാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 2 നേരം യോഗ അവർ നൽകുന്നുണ്ട്. 1 മണിക്കൂർ വരെയുള്ള സെഷനാണ്. ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ യോഗ നിർബന്ധമാണ്. ഇപ്പം ചെറിയ സ്റ്റെപ്പുകളിലൂടെ ആയിരിക്കും ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക്
അവരുടെ ഓഫർ മേടിച്ച് നിങ്ങൾക്ക് തരാം. നിങ്ങൾ പേയ്മെൻറ്റ് അവർക്ക് ഡയറക്റ്റ് അടച്ച് ചെയ്താൽ മതി. നമുക്ക് തരുന്നൊരു ഓഫറാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എത്ര പേർക്ക് താല്പര്യമുണ്ട്? യോഗ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ ഇവിടെ? യെസ് ഉള്ളവർ യെസ് പറഞ്ഞോളൂ. നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ ഇവിടെ അടക്കണ്ട, നിങ്ങൾ അവിടെ ചോദിച്ചു പേയ്മെൻറ്റ് അടച്ചാൽ മതി. ഞാൻ യെസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സാർ ലിങ്ക് എന്തിൻ്റെ ലിങ്കാണ് ഞാൻ തരേണ്ടത്? യോഗ ടിപ്പ് നിങ്ങൾക്ക് ചേർന്നവർക്ക് ചേരാം, ചേരാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ചേർന്നോളൂ. ഒരു മിനിറ്റ്. യോഗയിൽ താല്പര്യമുള്ളവർ ഓഫർ വേണമെന്നുണ്ടോ? നിങ്ങൾ ഓഫർ ഇവിടെ വേണമെന്നുണ്ടോ? യോഗയുടെ ഓഫർ നിങ്ങൾക്ക് ഇവിടെ വേണ്ടവരുണ്ടോ? യെസ്, വേണമെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ആ ഓഫർ മേടിച്ചു തരാം. ഒരു സെക്കൻഡ്. ബിന്ദു യോഗ ടീച്ചർ ഇവിടെ ഉണ്ടോ? യോഗ ടീച്ചർ ഇവിടെ ഇല്ല. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. യോഗ എല്ലാ ദിവസവും അല്ല, അത് യോഗ എല്ലാ ദിവസവും ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോയ്സാണ്. അങ്ങനെ ഒരു നിഷ്ക്രിയൊന്നും നമുക്ക് യോഗക്കോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനും കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ സൗകര്യം, സന്ദർഭം, സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചാണ് യോഗ എന്നല്ല ഏത് കാര്യവും ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുക. പക്ഷേ നമ്മൾ എന്താ പറയുക, പ്രൊക്കാസിനേറ്റ് ചെയ്തിട്ട് ഇന്ന് ചെയ്യുന്ന നാളെ ചെയ്യാൻ പറ്റും, അങ്ങനെയല്ല. ഒരു ദിനചര്യയാണ് ഇതൊക്കെ. ഈ ഇപ്പോൾ നമ്മുടെ പറഞ്ഞ അഫർമേഷൻ പ്രാക്ടീസ് ആയാലും മെഡിറ്റേഷൻ പ്രാക്ടീസ് ആയാലും ഈ ക്ലാസ്സുകളായാലും ഇതെല്ലാം ഒരു ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റണം നിങ്ങൾ. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇതാവാൻ പറ്റുക. യോഗയുടെ ഫീസ് 1 മണിക്കൂർ എല്ലാ ദിവസവും എടുക്കുന്ന മാസത്തിലെ ഫീസ് 1000 രൂപയാണ് നമുക്ക് ഫീസായിട്ട് പൊതുവെ അവർ പുറത്ത് വാങ്ങിക്കുന്നത്. ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബിൽ നിന്ന് പോകുന്നവർക്കാണെങ്കിൽ, ഈ ക്ലാസ്സിൽ നിന്ന് പോകുന്നവർക്കാണെങ്കിൽ, ഇപ്പോൾ കുറേ പേര് ചേർന്നിട്ടുണ്ട്, ഓൾറെഡി ഇന്നലെ ഇന്നൊക്കെ ചേർന്നിട്ടുണ്ട്. അവർക്ക് കൊടുത്ത പ്രൈസ് 599 റുപ്പീസാണ്. ഇത് ഞാൻ യൂട്യൂബിൽ അവർക്ക് ബാധകമല്ല, യൂട്യൂബ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇത് ബാധകമല്ല കേട്ടോ. ഇതിവിടെ ഇന്ന് മാത്രമേ ഇതുള്ളൂ, നാളെയാണ് ക്ലാസ് തുടങ്ങുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എല്ലാവരും അടികൂടാൻ നിൽക്കരുത്. ഇന്ന് വേണമെങ്കിൽ നാളെ രാവിലത്തെ ഒരു ദിവസം വേണമെങ്കിൽ ഞാൻ നാളെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചു തരാം. നിങ്ങൾക്ക് എനിക്ക് പ്രത്യേകിച്ച് കമൻറ്റ് ഇട്ടാൽ ഞാൻ വാങ്ങിച്ചു തരാം. അതിൽ കൂടുതൽ അപ്പുറം ചോദിക്കരുത്, അവർ സമ്മതിക്കില്ല. 599 റുപ്പീസാണ് ഫീസുള്ളത്. നിങ്ങൾ വേണ്ടവർ ഇപ്പോൾ പറഞ്ഞവർ വേണമെങ്കിൽ ഒന്ന് ഞാനതിൻ്റെ അവരുടെ നമ്പർ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണോ, അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി, ഇവിടെ വേണം നമ്പർ ഞാനിവിടെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും സാർ ഇത് ക്ലാസ്സിൻ്റെ ഇടയിൽ യോഗയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കാരണം ഇത് തന്നെയാണ്. നമുക്ക് പരസ്പരം നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടേ കമ്മ്യൂണിറ്റി പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം ഞാൻ ഇതുപോലെ ആൾക്കാരായിട്ട് സംസാരിക്കും. ഇത് ആർക്കും ഒരു ഛേദമില്ലാത്ത ഒരു കാര്യമായിട്ടാണ് നമ്മൾ എടുക്കുക, അല്ലേ? നിങ്ങൾക്കൊരു ആവശ്യമുള്ള സാധനം ഞാൻ കണക്ട് ചെയ്ത് തരുന്നു, ബാക്കി നിങ്ങൾ സംസാരിച്ച് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ് നോക്കൂ, നമുക്ക് ഏതൊരു തന്ത്രം, ഏതൊരു കാര്യവും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, എന്ത് പഠിച്ചാലും അതിന് ഒരു പ്രത്യേകത നമുക്കുണ്ടാക്കണം, അല്ലേ? നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാത്തൊരു സംഭവത്തെ നിങ്ങൾ പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ടെക്നിക്സും ഞാൻ എൻ്റെ മാത്സ് ടീച്ചറോട് ഇപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എന്നെ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയൊരു കാര്യത്തിന് വെച്ച് സാറിനോട് പറഞ്ഞു, ഞാനോട് മാത്രമല്ല ക്ലാസ്സിൽ മൊത്തം എഴുതിച്ചു, 500 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിച്ച ഒരു കാര്യമുണ്ട്. പൈത്തഗോറസ് തിയറമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടോ? എല്ലാവർക്കും അത് ഒരു രസമായി തോന്നുന്നുണ്ടോ? പൈ തിയറം നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ? 10ാം ക്ലാസ്സിൽ എന്തോ ഒന്ന് സാറ് മാത്സിന് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഭാഷയായിട്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ അന്ന് 500 പ്രാവശ്യം എഴുതാൻ പറഞ്ഞു. ഒരു 500 പ്രാവശ്യമൊക്കെ പൈത്തഗോറസ് തിയറം എഴുതുക എന്ന് പറഞ്ഞാൽ കൈ എത്ര കഴിയുമെന്ന് ആലോചിച്ച് നോക്കുക. അത്രയും എഴുതിയൊരു അനുഭവം ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്, ഇത്രയൊക്കെ ഇപ്പോൾ ബിസിനസ്സും മറ്റു കാര്യങ്ങളും അക്കൗണ്ട്സും ഒക്കെ ചെയ്യുന്നത് ഞാൻ വെച്ച് ഇത് എവിടെയാണ് ഈ സാധനം അപ്ലൈ ചെയ്യുന്നതെന്ന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല കേട്ടോ, ഞാൻ ഈ സാധനം അപ്ലൈ ആണ് കേട്ടോ, ലൈഫിൽ അപ്ലൈ ആണ്. ഞാനതല്ല പറഞ്ഞത്, ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇത് അപ്ലൈ ചെയ്യാതെ കിടക്കാത്ത. അപ്പോൾ നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ ഞാൻ വളരെ നിഷ്ക്രിയമായി പറയുന്നത്,
നിങ്ങളിത് പഠിച്ച് അപ്ലൈ ചെയ്യേണ്ട സാധനങ്ങൾ, അത് മാത്രമേ അവിടെ പഠിപ്പിക്കുന്നുള്ളൂ. ഒരു മാസവും നമ്മൾ പഠിപ്പിക്കുന്ന അപ്ലൈ ചെയ്യേണ്ട കാര്യം, ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് പഠിപ്പിക്കുക. നിങ്ങൾക്ക് വലിയ തിയറി കൊണ്ടുവന്നിട്ട് പഠിപ്പിച്ചിട്ട് തന്ത്രങ്ങളുടെ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുന്ന ആ പരിപാടി ഇല്ല. നോ, ദാറ്റ് ഈസ് നോട്ട് മൈ വേ. എങ്ങനെയാണ് ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത് എന്ന് മാത്രമാണ്. ഇത് മാത്രം നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും ചെറിയ ചെറിയ അപ്ലിക്കേഷൻസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളോട് ഒരു മൈൻഡ് സെറ്റ് നിങ്ങളെ മാറ്റി തന്ന കണ്ടില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ അത് എപ്പോഴും ആലോചിക്കുമോ? ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കുകയോ ഇല്ലയോ? ഇനി നിങ്ങൾ എപ്പോഴും പണമില്ല എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ആലോചിക്കുമോ ഇല്ലയോ? യെസ് ഓർ നോ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സംഭവിക്കാറ് നേരത്തെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാതിരുന്ന കാര്യം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തന്നപ്പോൾ ഇനി നിങ്ങൾ എപ്പോഴും ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ആലോചിക്കില്ലേ? യെസ് യെസ് അല്ലേ? വന്നിട്ടില്ല, എക്സ്പെക്ട് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ യെസ്. ഇത് വളരെ ഇങ്ങനെയുള്ള ചെറിയ അലൈൻമെന്റ്സുകളാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ മാത്രമേ പോകുള്ളൂ. മൊത്തത്തിൽ വന്നിട്ട് ദയപ്പെട്ടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അയ്യടാ ഇതിപ്പോൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്, ഇതിൽ ഏതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, ഇത് ഏതൊക്കെ ചെയ്യണം, എല്ലാം കൂടി പോയി എനിക്ക് വയ്യ അല്ലേ? നമ്മളങ്ങനെ ആവില്ലേ? കുറേ കാര്യം കിട്ടിയിട്ടാകുമ്പോൾ കുറേ കൂടി ആകുമ്പോൾ കൺഫ്യൂഷൻ ആവും, ബ്രെയിൻ വർക്കാവും. ഇതെല്ലാം കൂടി ഒന്നും പറ്റില്ല എന്നെ കൊണ്ട്, അവിടെ ഇരിക്കട്ടെ. ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ നമുക്ക് പറ്റില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്സ് വായിച്ചിട്ടുണ്ടോ? അതൊന്ന് വായിച്ചു നോക്കണം സമയം കിട്ടുമ്പോൾ. ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ റിസൾട്ട് എത്ര വലുതായി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, ഒരു കാര്യമുണ്ടോ? മുഴുവൻ പുസ്തകം മുഴുവൻ അങ്ങനെ പറയും. ഓഡിയോ ബുക്സ് കിട്ടും കേട്ടോ, ഇത് കിട്ടിയില്ലെങ്കിൽ 1% ചേഞ്ച് വിൽ മേക്ക് യു അനദർ 99% റിസൾട്ട് എന്നാവാം. അത്രയും സിമ്പിളാണ്. അപ്പം ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരാൾ വേണം. മോണിറ്റർ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരും മണി മാനിഫെസ്റ്റേഷൻ എല്ലാവരും ദൈവം വരുന്നു വെച്ചാൽ എനിക്ക് 30 ആളെന്ന് എടുക്കാൻ പറ്റില്ല. ഞാൻ മണി മാനിഫെസ്റ്റേഷന് 10 പേരെ മാത്രമേ എടുക്കുള്ളൂ. 10 പേരെ എടുക്കുള്ളൂ കേട്ടോ, അതിൽ കൂടുതൽ എടുക്കില്ല. ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഞാൻ ആ കോഴ്സിനെ പറ്റി ഇതുവരെ ഇത്രയും ഡീറ്റെയിൽസ് ആയി ഇങ്ങോട്ട് പറയാത്തതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത്. ഇന്ന് എനിക്ക് തോന്നി അത് പറയണം, ആ ഒരു തന്ത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് കരുതിയിട്ടാണ്. 10 പേരേ എടുക്കുള്ളൂ, അതിൽ കൂടുതൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് 10 പേരിൽ കൂടുതൽ ട്രെയിൻ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത്രേ എൻ്റെ സമയമുള്ളൂ. അതുകൊണ്ടാണ് 10 പേരേ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഒരു പൈസ ഉണ്ടായാൽ മാത്രം മതിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും കാശുണ്ടായാൽ മാത്രം മതിയോ? മതി എന്ന് പറയുന്നവർ യെസ് എന്ന് പറയൂ, അല്ലാത്തവർ നോ പറയും. കാശുണ്ടായാൽ മാത്രം മതി, നോ. എല്ലാവരും ഇത് തന്നെ പറയുന്നറിയാം. സമ്പന്നമായി ജീവിക്കാൻ നമുക്ക് പറ്റണം. ഇതല്ലേ നമ്മുടെ ആവശ്യം? നമ്മുടെ ആവശ്യം ഇതാണ്, സമ്പന്നനായി ജീവിക്കാൻ പറ്റണം. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് യെസ്, സമ്പന്നമായി ജീവിക്കുമ്പോൾ ഇതെല്ലാമാണ്. നമുക്ക് അതുപോലെ ജീവിക്കാൻ പറ്റണം, എങ്കിൽ മാത്രമേ ഇതിനോട് ആവശ്യമുള്ളൂ. അപ്പൊ കോടീശ്വരൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? 1 കോടിയോ 5 കോടിയോ ബാങ്കിൽ ഉള്ളവനാണോ കോടീശ്വരൻ? അല്ല, അങ്ങനെ എടുക്കരുതേ. അങ്ങനെ അല്ല കോടീശ്വരൻ എന്ന് പറയുന്നത്. കോടീശ്വരൻ അതായത് അതുപോലെ ജീവിക്കുന്നവനാണ്. അവന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും യഥാവിധി. എന്തിനാണ് ഒരാൾ പൈസ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? എന്തിനാണ് ഒരാൾ കാശ് ഉണ്ടാക്കണം എന്ന് പറയുന്നത്? വൈ ഹി നീഡ് എ മണി. അത് തരുന്നത് എന്താണ് നമുക്ക്? മണി എന്താണ് നമുക്ക് തരേണ്ടത് ശരിക്കും? അതറിയില്ലല്ലേ? അത് പറയാം. മണി നേടാൻ ഒരാൾ ആഗ്രഹിക്കുന്നതിന് യഥാർത്ഥമായ ആവശ്യം സന്തോഷമല്ല. മണി നേടുക എന്ന് പറയുന്ന യഥാർത്ഥ ആവശ്യം സ്വതന്ത്രനാകുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് മണി വേണമെന്ന് പറയുന്ന ആൾക്കാർ, അല്ലാതെ മറ്റൊന്നുമല്ല. യെസ്, സംതൃപ്തിയൊക്കെ സ്വാതന്ത്ര്യത്തിൽ നിന്നുണ്ടാകുന്ന സാധനമാണ്. ഫ്രീഡമാണ് ആവശ്യം. കാരണം നമുക്ക് എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ നമുക്ക് പോകാനും, എപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ നമുക്ക് ചെലവഴിക്കാനും, എപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ നമുക്കൊരു യാത്ര പോകാനും, എപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യണം അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാനും ഒക്കെ നൽകുന്ന ഒരു ഫ്രീഡമാണ് മണി എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ മണി ഉണ്ടായിട്ട് കാര്യമില്ല. കോടിക്കണക്കിന് രൂപ പൈസ ഉണ്ടെങ്കിൽ കൃത്യമായ ക്ലോക്ക് വെച്ച പോലുള്ള ജീവിതമാണെങ്കിൽ അല്ല, അയാൾക്കത് എൻജോയ് ആണെങ്കിലും ഒക്കെ കേട്ടോ, അല്ലാത്തവനത് എൻജോയ് അല്ല. അപ്പൊ നമുക്ക് സമ്പന്നനായി സമ്പന്നമായ മനസ്സോടുകൂടി ജീവിക്കാൻ സാധിക്കണം. ഇതാണ് നമ്മുടെ
ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിലേക്കാണ് ഞാൻ എല്ലാവരെയും കൊണ്ടുപോവുക. അതുവരെയുള്ള ജേണി ചിലപ്പോൾ 6 മാസമാവാം, 1 വർഷമാവാം, 2 വർഷമാവാം. എത്ര കാലമാണോ അയാൾ പൂർണ്ണമായി അങ്ങനെ ആവുന്നത് അതുപോലെയാണ് ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് സിമ്പിളായിട്ട് പറഞ്ഞത്. കൂടുതൽ ഞാൻ പറയുന്നത് ഇത്രയുമാണ് ഇതിനകത്ത് കോഴ്സിൻ്റെ വാലിഡിറ്റി. ഇനിയും ഇതിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു പോകുന്നു, വളരെ ഡീറ്റെയിൽസ് ആയി ട്യൂൺ ചെയ്ത് പോകുന്നു മാത്രം എനിക്ക് കോഴ്സിനെ പറ്റി പറയാനുള്ളൂ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ 4 പേർക്ക് ഇന്ന് വേണമെങ്കിൽ ചാൻസ് ഉണ്ട്. 4 പേർക്കേ ഉള്ളൂ. കോഴ്സിൻ്റെ ഫീസ് ഞാൻ പറയാം. 4 പേർക്ക് മാത്രം. ഇവിടെ ഞാൻ ഇതുവരെ കോഴ്സിൻ്റെ ഫീസ് ഡിക്ലെയർ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ആർക്കും പറഞ്ഞിട്ടില്ല. പേഴ്സണലായിട്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫീസിൻ്റെ ഇതുകൊണ്ടല്ല. ഞാനിങ്ങനെ പബ്ലിക്കിൽ ഒരു ക്ലാസ്സിലും ഇതുപോലെ നിങ്ങൾക്ക് ഒരു കോഴ്സിനെ പറ്റി ഞാൻ വിശദമായിട്ട് പറയാതെയാണ് ഞാൻ എല്ലാവർക്കും ക്ലാസ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർ അങ്ങനെയാണ്. ഞാനിത് നോർമലി എടുക്കുന്ന ക്ലാസ് ഇന്ന് വ്യത്യസ്തമായി എടുത്തതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ എന്നോട് ഈ കാര്യം റിപ്പീറ്റഡായി ചോദിക്കുന്നതുകൊണ്ടാണ്. ഇന്ന് മാത്രം എനിക്ക് വന്ന എൻക്വയറി 15 എണ്ണമാണ്. സാർ എന്താണ് ഈ കോഴ്സ്, എങ്ങനെയാണ് ഈ കോഴ്സ് നടക്കുന്നത്, എന്താണ് ഇതിൽ പഠിപ്പിക്കുന്നത്? അപ്പോൾ എനിക്ക് ഇങ്ങനെ മാത്രമേ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ആര് ചോദിച്ചാൽ ഈ വീഡിയോ അങ്ങ് കൊടുത്തേക്കാം, ഇതാണ് സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായി പറയാം. അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും അല്ല. താല്പര്യമുള്ളവർക്ക് വരാം. കാരണം ഞാൻ ഓരോ ആളും ബാച്ചായിട്ട് വെച്ചിട്ട് ഇപ്പോൾ ചേർന്നവർ തന്നെ അടുത്ത ബാച്ചിലേക്കായിട്ട് ചേർന്നവരുണ്ട്. ഇപ്പോൾ അല്ല സാറ്, അടുത്ത ബാച്ചിലേക്കാണ്. ഞാൻ അവർ പോസ്റ്റ്പോൺ ചെയ്തതാണ്. ഒരു ബാച്ചിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാർ കപ്പാസിറ്റികളോട് ഈ കോഴ്സിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇന്ന് ഞാൻ തരാൻ പോകുന്ന ഓഫർ എന്നൊന്നും കാണും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ എടുത്ത് തീരുമാനിച്ചാൽ മതി. ഈ കോഴ്സിൻ്റെ കൂടെ നമ്മൾ നടത്തുന്ന കോഴ്സുകൾ മറ്റെല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. ഞാൻ ഇതുവരെ കൂടുതൽ കോഴ്സിനെ പറ്റി പറയാത്തതുകൊണ്ടാണ്. നമ്മൾ നിരന്തരം എല്ലാ മാസവും നമ്മൾ റിപ്പീറ്റഡായി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അറ്റൻഡ് ചെയ്ത് റിസൾട്ടുകൾ, ഇന്നലത്തെ ബാച്ചിൽ പോലും വന്ന് പറഞ്ഞ റിസൾട്ടുകൾ, അമേസിങ് റിസൾട്ടുകൾ ഉണ്ടായതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് കുറേ ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ പലർക്കും റിസൾട്ട് എടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെയൊക്കെ സ്റ്റുഡൻസ്, എൻ്റെയൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ മാത്രമാണ് കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് വേറെ ഒന്നും മിറാക്കളൊന്നും കൊണ്ടുതരാം. അതൊക്കെ നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാനതുകൊണ്ട് അത് ക്രെഡിബിലിറ്റി ഒന്നും പറയുന്നില്ല. മിറാക്കിളുകൾ വരുത്തിയ ആൾക്കാരുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് എല്ലാ മാസവും നമ്മൾ ഉള്ള ക്ലാസ്സാണ്. 1 മാസമാണുള്ളത്. പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ പോകും. അങ്ങനെയുള്ള കോഴ്സാണ്. അതിന് 2000 രൂപ ആണ് ചാർജ് ചെയ്യുന്നത്. അത് തുടങ്ങിയ കാലം മുതലേ അതേ ചാർജ് തന്നെയാണ്. ഇന്നും ആ ചാർജ് തന്നെ, എന്നും ആ ചാർജ് തന്നെ അതിലെടുക്കുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ ഫുൾ കോഴ്സ് 30 days കോഴ്സ് 2000 rupees ഞാൻ വാങ്ങിക്കുന്നത്. ഇനി രണ്ടാമത്തത്, മനസ്സിനെ ശാന്തപ്പെടുത്തുക, മനസ്സിനെ സ്വസ്ഥമാക്കുക, മനസ്സിനെ പാകപ്പെടുത്തുക, മനസ്സിലുള്ള മാലിന്യങ്ങളെ മുഴുവനായി ഒഴിവാക്കുക. ഈ കോഴ്സിന് പറയുന്ന പേരാണ് ജേർണി ടു ഹാപ്പിനെസ്, സന്തോഷത്തിലേക്കുള്ള യാത്ര. ജേർണി ടു ഹാപ്പിനെസ്. അത് 30 days കോഴ്സാണ്. പക്ഷേ 6 months ആണ് അതിൻ്റെ ഫോളോ അപ്പ് സെഷൻ. 6 months വരെ നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾ എക്സിറ്റ് ആകുമൊന്നുമില്ല. ഒരു പ്രാവശ്യം വിന്നായി കഴിഞ്ഞാൽ 6 months എന്നല്ല, നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാം. ഞാൻ ഒരു കോഴ്സിനും ഒരാൾക്കും റിസ്ട്രിക്ഷൻസ് വെക്കില്ല. നിങ്ങൾ ഇത്ര കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ടായി എന്ന് പറയില്ല. അവരെ മാറ്റത്തിനാണ് നിങ്ങൾ വന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം, നിങ്ങൾക്ക് അനിവാര്യമായിട്ടാണ് നിങ്ങൾ വന്നത്. അത് തരാൻ ഞാൻ കമ്മിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ എത്ര കാലം എൻ്റെ അടുത്ത് വരണോ അത്രയും കാലം എനിക്ക് ഇഷ്ടത്തോടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ 6 മാസം 1 വർഷം ആയ ക്ലാസ്സിലുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടെയും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹാപ്പി, നമുക്ക് ഒരു വിഷയമല്ല. അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് ചിലവുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം വേണം അതൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇതാണ് ഇത്. പക്ഷെ കോഴ്സ് ഡ്യൂറേഷൻ ഇത്രയാണ്. കാരണം നിങ്ങൾ ആ കോഴ്സ് അത്രയും സമയം കൊണ്ട് പഠിച്ചു തീർക്കണം. അതിനുള്ള ടൈം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആരും ചെയ്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് 1 month ആണ് അതിൻ്റെ. അതിൻ്റെ ഈ മാസത്തെ, അതായത് ഓഗസ്റ്റിലുള്ള ഫീസ് എന്ന് പറയുന്നത് 5000 rupees ആണ്. പക്ഷെ സെപ്റ്റംബർ മുതൽ അത് 10,000 rupees ആയി മാറും. കാരണം അത് മാറ്റിയേ പറ്റുള്ളൂ. അത് നമ്മുടെ ഓഫീസ് സിസ്റ്റംസും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫീസ് കൂട്ടിയേ പറ്റുള്ളൂ. ഇപ്പോൾ 5000 ആണ് ഉള്ളത് എന്നുള്ളത്. പിന്നെ നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് ജീവിതത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ആ കോഴ്സ് നമുക്ക് 2 weeks കോഴ്സാണ്. 14 ദിവസത്തെ ക്ലാസ്സാണ്. അതിന് ചാർജ് ചെയ്യുന്നത് 2000 rupees ആണ്. അതുപോലെ തന്നെ ഗോൾ സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം നിർണ്ണയിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത്, ലക്ഷ്യം കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് റെഡിയാക്കുന്ന, അതും 2 weeks കോഴ്സാണ്. 2 weeks കറക്റ്റായിട്ട് ചെയ്യുന്ന കോഴ്സാണ്. അതിൻ്റെ 1000 rupees മാത്രമേ അത് ചാർജ് ചെയ്യുന്നു. കാരണം അത് അധികം കുട്ടികളെയാണ് ബേസ് ചെയ്യുന്നത്. അധികം കുട്ടികൾക്ക് കൊടുക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് അവരോട് ചെറിയ പൈസ മാത്രം മാക്സിമം ആൾക്കാർ കൊടുക്കുക എന്നുള്ളത് നല്ല നല്ല സൂപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇത്തരം കോഴ്സുകൾ നമുക്കുണ്ട്. ഇനിയുള്ളത്
ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനും അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷനുമാണ്. അത് ആർക്കാന്ന് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് എത്താൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. അത് 10,000 റുപ്പീസിൻ്റെ കോഴ്സാണ്. അത് എല്ലാവർക്കും ആവശ്യമില്ല. തീരെ റിസൾട്ട് എടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത കോഴ്സാണ്. പിന്നെ നമുക്കുള്ളത് മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്, പിന്നെ അതുപോലെ ഹീൽ ആൻഡ് മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കോഴ്സാണ്. ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയോ എനർജി ഹീലിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അത് ഒരു രീതിയിലും നമുക്ക് മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റാത്ത ആൾക്കാരെ ഹീൽ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, മറ്റ് കുറച്ച് ഡോക്ടർമാരൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. അതിലധികം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ചെയ്യുന്നത്. ഹീൽ ആൻഡ് മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. അത് കുറച്ച് അത് എല്ലാവരും എടുക്കാൻ പറ്റില്ല. അത് അങ്ങനെ ആണെങ്കിൽ മാത്രമേ ആ കോഴ്സിന് എടുക്കുള്ളൂ എന്നുള്ളൂ. അതൊരു ഇതാണ്. ഇപ്പോൾ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ ഏറ്റവും പവർഫുള്ളായ സമ്പത്തിനെ പറ്റി പറയുന്നുണ്ട്, അത് പറയാണ്. മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് നിലവിൽ 25,000 ആണ് ഫീസ് ഉള്ളത്, സ്ട്രക്ചർ ഫീസ്. പക്ഷെ ഈ മാസം ആ കോഴ്സ് 10,000 റുപ്പീസിനാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തത്. ഇന്നും കൊടുക്കുന്നത് 10,000 റുപ്പീസിനാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അഡീഷണൽ 2-3 പേർക്ക് കൊടുത്ത ഒരു ഓഫർ ഞാൻ ഈ ക്ലാസ്സിലും കൂടി നിങ്ങൾക്ക് തരാം. അത് ഇന്ന് 19/8/2029 മാത്രം, 24 മാത്രമാണ്. കാരണം യൂട്യൂബ് കണ്ടിട്ട് ആൾക്കാർ വന്നത് പറഞ്ഞേക്കല്ലേ, മാത്രമുള്ള ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കൺഫേം ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ കോഴ്സിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണി ജേർണി ടു ഹാപ്പിനെസ് കോഴ്സ് ഫ്രീ ആയിട്ട് തരും. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സും ഫ്രീ ആയിട്ട് തരും. ഗോൾ സെറ്റിങ്സ് നിങ്ങളെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കും. വിഷൻ ബോർഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. ഈ 4 കോഴ്സും നമ്മുടെ ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ ബണ്ടലായിട്ട് നിങ്ങൾക്ക് തരുന്നു. കൂടാതെ നിർബന്ധമായും എന്നുള്ള വാക്യം ഉപയോഗിക്കുകയാണ്, പർപ്പസിൽ ഉപയോഗിക്കുകയാണ്. ഈ ക്ലാസ്സിൽ ചേർന്ന ആൾക്കാർ രാവിലത്തെ അഫ്രിമേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ്സിൽ പങ്കെടുക്കും. അത് ഫ്രീ ആയിട്ടാണ്, അതിന് ചാർജ് ചെയ്യില്ല. 555 റുപ്പീസാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. അത് അവർക്ക് അതിലൂടെയാണ് അതിൻ്റെ റിസൾട്ടിൻ്റെ ഭാഗമാണ്. ഇത്രയും സംഭവങ്ങൾ ഞാൻ ഇതിനകത്ത് ഈ ഒരു കോഴ്സിൽ കൊടുക്കുന്നു. പക്ഷെ അത് ഇന്ന് മാത്രമാണ്. നാളെ കഴിഞ്ഞ് 25,000 രൂപ തന്നേ പറ്റുള്ളൂ. കാരണം ഇതെല്ലാം പറഞ്ഞില്ലേ, ഇതിനൊക്കെ ഒരുപാട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ചിലവുകളുണ്ടല്ലോ. ഇതെല്ലാം കൂടി മാനേജ് ചെയ്തില്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലേ? മണി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്തിലൂടെയാണ് മണി നേടാൻ പറ്റുക? നമുക്ക് മണി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വിതക്കാതെ കൊയ്യാൻ പറ്റില്ലല്ലോ, അല്ലേ? അതുകൊണ്ട് ഫ്രീ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഫ്രീ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കമ്മിറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? സാറേ, എനിക്കിത് ഫ്രീ തന്നാൽ ഞാൻ 100% റിസൾട്ട് ഉണ്ടാക്കി തരാം എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഫ്രീ വർക്ക് ചെയ്യില്ല. അങ്ങനെ പ്രപഞ്ചത്തിലെ നിയമം അങ്ങനെയാണ്. വെറുതെ കിട്ടുന്നതൊന്നും റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫ്രീ എവിടെയും നോക്കരുതേ. ഞാൻ ഇവിടെ നിന്നല്ല ഒരു കാര്യം നോക്കരുതേ. കാരണം അതങ്ങനെയാണ് പ്രപഞ്ചം ചലിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്ലാസ് ഇനിയും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാം. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സാറേ, ഇത്രയും പറ്റില്ല, എൻ്റെ ഇത്രയുള്ള, അതൊക്കെ നമുക്ക് മറ്റൊരു രീതിയിൽ സംസാരിക്കാം. ഇപ്പോൾ 10,000 റുപ്പീസ് വെച്ച് ഇന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പൈസ ഇന്ന് അടക്കണമെന്നില്ല. നാളെയോ മറ്റന്നാളോ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് അടച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ഒരു ഇത് പിടിക്കുന്ന ആളല്ല. പക്ഷേ കാശ് നിങ്ങൾ ചിലവാക്കാതെ നിങ്ങൾക്ക് ഒരു സംഭവം കാശ് നേടാൻ പറ്റില്ല, ഒരിക്കലും നേടാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് നേടാൻ പറ്റില്ല. അത് പ്രപഞ്ച നിയമമാണ്. അതിന് നമ്മളെല്ലാം അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ആഗ്രഹമുള്ള ആൾക്കാർ ഇപ്പോൾ പറയാം, ഐ നീഡ്. നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് അയക്കാം, അല്ലെങ്കിൽ ചാറ്റിൽ ഇത്ര പേര് ഉണ്ടോ നോക്കട്ടെ. ഇപ്പോൾ ഇവിടെ പറയുന്നവർക്ക് ഇതല്ലാതെ ഒരു സാധനം ഞാൻ ഫ്രീ ആയിട്ട് തരും. ഇപ്പോൾ എനിക്ക് ആ ക്ലാസ് വേണമെന്ന് പറയുന്നവർക്ക് ഒരു സാധനം ഞാൻ ഫ്രീ ആയിട്ട് തരും. അതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പറയില്ല. യെസ്, താങ്ക് യു ലക്ഷ്മിയ. ലക്ഷ്മീസ കാസർഗോഡാണോ ലക്ഷ്മീഷൻ? യെസ് ആണെന്ന് ടൈപ്പ് ചെയ്തോ. കാസർഗോഡാണെങ്കിൽ KST എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചേട്ടെ. ഞാനൊരു കാസർഗോഡുകാരനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നെ പറ്റി. ഞാൻ കാസർഗോഡ് ജില്ലാ സ്വദേശിയാണ്. UAE ഇപ്പോൾ ഉള്ളതെങ്കിൽ. ടൈം കുറേ ആയല്ലേ? ഓക്കെ താങ്ക് യു. ടൈം നമുക്ക് നോർമലി ഇതിന്റെ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറയാൻ മറന്നു. ഈ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിന്റെ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോർമലി ഏത് സമയത്തും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. പക്ഷെ വീക്കിലി 2 ഡേയ്സ് ഞാനുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ആണ്. ഗ്രൂപ്പായിട്ടുള്ള ഇൻട്രാക്ഷൻ അല്ല, ഡയറക്റ്റ് ആണ്.
നമ്മൾ ഫേസ് ടു ഫേസ് ആണ് സംസാരിക്കുക. അപ്പോൾ ടൈം നിങ്ങളെയും എൻ്റെയും ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീക്കിലി 2 ടൈംസ് ഇരിക്കുക. ഇതാണ് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത. എന്നാൽ മാത്രമേ നിങ്ങൾ എനിക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. ഈ മറ്റു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏത് സമയത്ത് കേൾക്കുന്ന രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ അയച്ചു തരും. അത് നിങ്ങൾ പ്ലേ ചെയ്യുക, അവർ ഫോളോ അപ്പ് ചെയ്യും. നിങ്ങൾ പ്ലേ ചെയ്തോന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസറൊക്കെ ചോദിക്കും, അത് എനിക്ക് വരും, ഞാൻ അതിന് ആൻസർ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതാണ് അതിൻ്റെ സിസ്റ്റം. അതൊരു സിസ്റ്റത്തിലൂടെ പോകുന്ന സാധനമാണ്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2 ഡേയ്സ് ഞാനുമായിട്ടുള്ള ഡയറക്റ്റ് ഇൻട്രാക്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനനുസരിച്ചാണ്. യെസ്. അപ്പോൾ ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും എനിക്ക് എഴുതി വെക്കാൻ തൽക്കാലം എൻ്റെ അഡ്മിന്മാരെല്ലാവരും പോയി. ഇപ്പോൾ എഴുതി വെക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ നമ്മുടെ കമ്പനിയുടെ നമ്മുടെ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരാം. നിങ്ങളൊരു കൺഫർമേഷൻ എമൗണ്ട് അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ഇന്ന് തന്നെ കൺഫേം ആക്കാം സീറ്റ്. എനിക്ക് തോന്നുന്നത് 1, 2 നമുക്ക് 4 പേരെ മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത് നിന്ന്. അപ്പോൾ 1, 2, 3, 4 പേര്. ഓക്കെ, 4 പേര് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. 4 പേര് വരുമ്പോൾ നിങ്ങളൊരു കൺഫർമേഷൻ എമൗണ്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ സീറ്റ് ബുക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നാളെ മറ്റന്നാളോ നേരിട്ട് എൻ്റെ അടുത്ത് ഇരിക്കണം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടികൾ എന്ന് പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് പോകാം. ഞാനൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞല്ലോ, മറക്കണ്ട, സമയം പോയല്ലേ. ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞല്ലോ. യെസ്, നിങ്ങൾക്ക് ഗിഫ്റ്റ് വേണോ? ഓക്കെ, അനുജിത്ത്, ക്യാഷിന്റെ പ്രോബ്ലം നമുക്ക് മറ്റൊരു രീതിയിൽ സംസാരിക്കാം. ക്ലാസ് വേണമെങ്കിൽ പോയിക്കോളൂ. ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ക്യാഷ് ചിലവാക്കിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അത് ഏത് രീതിയിലൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഗിഫ്റ്റ് വേണം അല്ലേ? ഗിഫ്റ്റ് വേണം. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് ഇന്ന് തന്നെ വാട്സാപ്പിൽ അയച്ചു തരിക. ഞാൻ ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ 2 പുസ്തകങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 പുസ്തകങ്ങൾ അറിയാമല്ലോ. മനസ്സൊരു വിസ്മയം എന്ന് പറയുന്ന പുസ്തകവും ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും. നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ജീവിതത്തിൽ ആവശ്യമുള്ള സാധനമാണ് ഈ 2 പുസ്തകങ്ങളും. ഈ 2 പുസ്തകങ്ങളും കൂടിയിട്ട് 600 രൂപ വിലയുള്ള സാധനമാണ്. ഇത് നിങ്ങളുടെ വീട്ടിലെത്തും. അഡ്രസ്സ് എനിക്ക് അയച്ചു തരാം. ഇത്രയും വലിയ ഗിഫ്റ്റ് മതിയല്ലോ. ഇത് ഞാൻ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്ക് തരില്ലേ, അതുകൊണ്ട് ആരും അത് ചോദിച്ചു വന്നേക്കരുത്. അതുപോലെ തന്നെ ഇത് ക്ലാസ്സിൽ ഇവിടെ ലൈവ് പങ്കെടുത്തു ഇത്രയും ആൾക്കാർ ഇത്രയും സമയം എന്നെ കേട്ടതിന് ഞാൻ നൽകുന്നത് ഇതാണ്. ഇപ്പോൾ കൺഫേം ചെയ്തവർക്ക് ഗിഫ്റ്റാണ്. ഒരു ബുക്ക് കിട്ടിയാലേ 2ാമത്തെ ബുക്ക് വന്നോളൂ കേട്ടോ. നോ പ്രോബ്ലം. അത് ഞാൻ ആദ്യത്തെ ആ ഓഫറിൽ 2 ബുക്ക് പറഞ്ഞില്ലല്ലോ. ഇന്നല്ലേ 2 ബുക്ക് ഫ്രീ കൊടുക്കുന്ന വെച്ചാൽ. പക്ഷേ വേണ്ട മാം, പക്ഷേ നിങ്ങൾ ഓർക്കണ്ട, നിങ്ങൾ റെഡിയാണോ? യൂണിവേഴ്സ് അതിൻ്റെ സാഹചര്യങ്ങൾ ഒത്തു വന്നോളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് തരാൻ പറഞ്ഞത്. ബാക്കി യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, കാശ് വരും. യൂണിവേഴ്സ് നിങ്ങൾക്ക്, ഞാൻ എൻ്റെ കൂടെ ഇരുന്നിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ കാശ് റെഡിയാക്കി തരുന്നില്ലെങ്കിൽ നിങ്ങൾ തന്ന കാശ് ഞാൻ അങ്ങ് തിരിച്ചു തരും, നഷ്ടപ്പെടില്ല. അതുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ മനസ്സ് ധൈര്യം ഉണ്ടാക്കുക. ആദ്യം വേണ്ടത് എവിടെയാണ്? കോൺഫിഡൻസ് എവിടെയാണ് ഉണ്ടാവേണ്ടത്? മനസ്സിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുക. നിങ്ങൾ വരിക. നിങ്ങൾക്ക് UAE തരാം കേട്ടോ. ഞാൻ UAE താമസം. നിങ്ങൾ ബന്ധപ്പെട്ടാൽ ഞാൻ അയച്ചുതരാം. ക്ലാസ്സിൽ ചേർന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ചോദിച്ചേക്കരുത്. എല്ലാവർക്കും കൊടുത്താൽ എൻ്റെ സമ്പത്ത് പോകും, അത് ഓർക്കണം. ലൈവ് പങ്കെടുത്തവർക്ക് എല്ലാവർക്കും ബുക്ക് കൊടുത്താൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്ലാസ്സുകളിൽ ഞാൻ ഇങ്ങനെ ഒരു ഓഫർ ഇടും. അപ്പോൾ ദിവ്യ എല്ലാ ലൈവിലും പങ്കെടുത്തോളും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ സൂപ്പർ ആണെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും കേട്ടോ. അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് കൺഫേം ചെയ്യുന്നവർക്ക് എത്രയും പെട്ടെന്ന് അയച്ചാൽ, നിങ്ങൾ കാശിൻ്റെ ബുദ്ധിമുട്ടുള്ള കുറച്ച് അയക്കുക. എന്നുവെച്ചാൽ കടമായിട്ടല്ല കേട്ടോ, കുറച്ച് അയച്ചാൽ നിങ്ങൾ കുറച്ച് ദിവസം നിന്ന് നോക്കുക. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പവർ കൂടി കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് പ്രപഞ്ചം അതിലുള്ള കാശ് ഉണ്ടാക്കിയില്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറ്റില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമായില്ലെന്നായിരിക്കും. ഞാൻ നിങ്ങൾ തന്ന കാശ് തിരിച്ചു തരും കേട്ടോ. അതൊന്നും പിടിക്കില്ല. ഇവിടെ കാശൊന്നും പോകില്ല. ഞാൻ ആരെയും ഇതെടുക്കില്ല. അങ്ങനെ ഒരു ആവശ്യമില്ല. ഓക്കെ, റെഡിയാണല്ലോ? എത്ര പേര് കൺഫേം ചെയ്തു? ഞാൻ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ആരും എഴുതി വെച്ചിട്ടില്ല. നിങ്ങളുടെ ഡിസിഷനാണ്. ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഡിസിഷനാണ് നിങ്ങൾ വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് മാത്രമേ. എൻ്റെ വന്ന കുട്ടികളെല്ലാം ഓരോ ബാച്ചിലും 200 ആദ്യമൊക്കെ എന്ന് വെച്ചാൽ 100-150 ആൾക്കാരൊക്കെ പങ്കെടുത്തവരെല്ലാവരും പറഞ്ഞു, നിങ്ങൾ എന്താണോ കാശ് തരുന്നത് അത് ഞാൻ വാങ്ങിക്കുന്ന ഒരാളായിരുന്നു. 2 വർഷക്കാലം ഞാൻ ഒറ്റ പൈസ മേടിക്കാതെയാണ് ക്ലാസ് നടത്തി കൊടുത്തത്. 2 വർഷക്കാലം, ഒന്നുമല്ല 2 വർഷം, ഒറ്റ പൈസ, ചില്ലി പൈസ മേടിച്ചിട്ടുള്ള ഒരാൾ. പിന്നെ അവരിങ്ങോട്ട് ഗുരുദക്ഷിണ എന്ന് പറഞ്ഞ് തന്ന കാശ് അവൻ ഒക്കെ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പം അങ്ങനെയല്ല. ഇതിനകത്ത് കാശിൻ്റെ പ്രാധാന്യം ഇപ്പം എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ,
മണി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ മണി ചെലവാക്കിയേ പറ്റുള്ളൂ. ദർ ഇസ് നോ അതർ മെത്തേഡ് ഇൻ ദിസ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് നിയമം പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു മെത്തേഡും ഇല്ല എന്ന് പറയുന്നവർക്ക് തന്നെ ഇങ്ങനെ മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറും. തെളിവുകൾ ഒരുപാട് ഞാൻ നിങ്ങൾക്ക് നടത്തി തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എൻ്റെ ഗൂഗിൾ പേ നമ്പർ കിട്ടിയായിരുന്നല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഒന്നുകൂടി ഞാൻ പറയണോ? ഞാൻ കുറേ PPTയും അല്ലെങ്കിൽ ലിങ്ക് കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാമെന്നൊന്നും എൻ്റെ ഇല്ല. ഇപ്പോൾ ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല. 1 വിസിറ്റ് മാത്രമുണ്ട് ദിവ്യമ്മ, അവൈലബിൾ ആണ്. ടൈം അനുസരിച്ച് അഡ്മിന് ബന്ധപ്പെട്ടുള്ളൂ, അവർ സമയം അനുസരിച്ച് തരും. ഓപ്പണാണ്, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് തരാൻ പറ്റും. അഡ്മിനൊന്ന് ബന്ധപ്പെട്ടാൽ മതി. നമ്മുടെ ഗ്രൂപ്പിലുണ്ടല്ലോ, ദിവ്യമ്മ ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലേ? ഗ്രൂപ്പിലില്ലെങ്കിൽ ഗ്രൂപ്പ് ലിങ്ക് വേണം. ഇവിടെ ഗ്രൂപ്പിലില്ലാത്തവരുണ്ടോ? നമ്മുടെ മെയിൻ ഗ്രൂപ്പിലില്ലാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിന് ലിങ്ക് തരാം. ഇപ്പൊ തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. ചാറ്റിൽ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം. ചാറ്റിൽ വേണോ? ചാറ്റിൽ ഇടുന്നുണ്ടേ. ഓക്കെ, ഫസ്റ്റ് ടൈം വെൽക്കം. താങ്ക് യു. വെൽക്കം മാം, വെൽക്കം. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സുകളിൽ ലിങ്കുകൾ വരുന്ന അവിടെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കയറി വരാം. എല്ലാ ദിവസവും ഈ ഫ്രീ സെഷൻസ് ഉണ്ടല്ലേ. ബുക്സിന്റെ പൈസയാണോ ചോദിക്കുന്നത് അനുജിത്ത്? ബുക്സ് എൻ്റെ 3 ബുക്സാണ് ഉള്ളത്. ഞാൻ 3 ബുക്സാണ് ഇപ്പോൾ പബ്ലിക് കൊടുക്കുന്നത്. ഒന്ന് ബിസിനസ്സുകാർക്ക് മാത്രമുള്ള ബുക്സാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഒന്ന് ശുഭാപ്തി വിശ്വാസ ശുഭചിന്തകളും മനസ്സൊരു വിസ്മയം, പിന്നെ അച്ഛൻ എന്ന് പറയുന്ന കവിതാ സമാഹാരമാണ്. ഇത് ടോട്ടലി നിങ്ങൾക്ക് അച്ഛനെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യപൂർവ്വം എടുക്കാം. അച്ഛന് വേണ്ടി മാത്രം, ഞാൻ എൻ്റെ അച്ഛനെ ഡെഡിക്കേറ്റ് ചെയ്ത ബുക്കാണ്. അച്ഛനെ പറ്റിയുള്ള കവിതകൾ, കുറേ കവിതകളുണ്ട് കേട്ടോ. അതിൽ അച്ഛനാണ് പ്രാധാന്യം കൊടുത്തത്. അമ്മമാർക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അച്ഛന് പ്രാധാന്യം കൊടുക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല. അമ്മ എന്നുള്ള കവിത നമുക്ക് പിന്നെ എഴുതാം കേട്ടോ. അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു കഥ പിന്നെ എഴുതാം. ഓക്കെ, ബുക്കിന് 500 രൂപയാണ്. 2 പുസ്തകത്തിന് 500 രൂപയാണ്. 300 രൂപയും 200 രൂപയാണ് ചാർജ്. ഇത്രയും ആയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പിരിയാം. നാളെ നമുക്ക് വിശദമായി മറ്റൊരു കിടിലം ക്ലാസ് നിങ്ങൾക്ക് തരാം. 1 by 1 ആയിട്ട് സ്റ്റെപ്പ് എല്ലാ ദിവസവും. നിങ്ങൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇത്രയും ആളുകളോട് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ മാത്രം ഒരു ഫ്രീ ക്ലാസ്, എല്ലാ ദിവസവും ഫ്രീ ക്ലാസ് എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ലൈവ് അറ്റൻഡ് ചെയ്തവർക്കല്ല ജോൺ സാർ ഇത് നമ്മളെ ഇന്നത്തെ മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ജോയിൻ ചെയ്തവർക്കാണ് ബുക്സ് ഫ്രീ ആയിട്ട് കൊടുത്തത്. കുറേ ക്ലാസ്സുകൾ കൊടുത്തു, അതിൻ്റെ കൂടെ കുറേ ക്ലാസ് ഫ്രീ കൊടുത്തു. എന്നാൽ ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക്, ഇന്നിപ്പോൾ പേയ്മെൻറ്റ് ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അല്ലാത്തവരോട് വന്ന് ചോദിക്കരുത്. അല്ലേ, ഈവനിങ് ഇപ്പോൾ ഈ ക്ലാസ് എപ്പോഴും നടക്കും. ഇത് വെൽത്തിനെ പറ്റി തന്നെ ഉണ്ടാവുള്ളൂ. മറ്റൊരു സമയത്ത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഫ്രീ ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 365 ഡേയ്സിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നാളെ രാവിലെ മുതൽ ജോയിൻ ചെയ്യാം കേട്ടോ. എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ തുടങ്ങുകയാണ് നാളെ മുതൽ. ആയിക്കോട്ടെ. സ്കൂൾ ടൈം മോർണിംഗ് ഒന്നും ഉണ്ടാവില്ല. അത് നമുക്കൊരു ലിങ്ക് സിസ്റ്റം ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണുന്ന രീതി നമ്മൾ പോർട്ടലിലായിരിക്കും അത് വരിക. അതിനെന്തോ നിങ്ങൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്താൽ പോർട്ടലിലായിരിക്കും വരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ഇൻഫർമേഷൻ പറയും. ഓക്കെ, ബാക്കി ബന്ധപ്പെട്ടോളൂ. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പിരിയട്ടെ. ശുഭരാത്രി. എന്തെങ്കിലും ഉണ്ടോ? ഇനി ലാസ്റ്റ് ആർക്കും കൊണ്ട് അൺമ്യൂട്ട് ചെയ്യാം. ഒരു മിനിറ്റ് ഞാൻ